ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ. ആപ്കെ അദാലത്ത് രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. താങ്ക് യു. ആപ്കെ അദാലത്തിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി, ഇദ്ദേഹം കുറെ കാലം എല്ലാവരെയും ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി. അതുമാത്രമല്ല, ഇദ്ദേഹം പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഒരു കലക്ക് കലക്കി. ഇദ്ദേഹം സിദ്ധുവിനെ, ബാദലിനെ, ചന്നിയെ എല്ലാവരെയും തോൽപ്പിച്ചു. പ്ലീസ് വെൽക്കം കോമഡിയിൽ നിന്നും പൊളിറ്റീഷ്യനായ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി. ആരാ? ഭഗവന്ത് മാൻ. നിങ്ങളുടെ കയ്യടി ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കണം, കാരണം ഞാനിപ്പോൾ നമ്മുടെ ജഡ്ജിയെ ഇവിടേക്ക് വിളിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ജഡ്ജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഒരു സ്റ്റാറാണ്. ഇദ്ദേഹത്തിന്റെ പാടാനുള്ള കഴിവ് കൊണ്ട് ലോകം തന്നെ ഇദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കുന്നു. പഞ്ചാബിലെ പ്രസിദ്ധനായ പാട്ടുകാരൻ. ഇദ്ദേഹം പാടിയത് ദിൽ രഹേ കുടിയാണ്. ജസ്ബീർ ജസിദ്. താങ്ക് യു. ഇന്ന് നമ്മുടെ കോടതിയിൽ രണ്ട് വലിയ സ്റ്റാറുകൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ജഡ്ജിയോട് ഇന്നത്തെ വിചാരണയ്ക്കുള്ള അനുവാദം നമുക്ക് വാങ്ങിക്കാം. വിചാരണ തുടങ്ങാവുന്നതാണ്. ആപ്കെ അദാലത്തിൽ തന്റെ ന്യായങ്ങളെല്ലാം സ്വയം വാദിക്കാൻ വന്നിരിക്കുന്നു. വരൂ, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കെ അദാലത്തിൽ ഭഗവന്ത് മാന്റെ മേലിലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം തന്നിഷ്ടപ്രകാരം നടക്കുന്നു. ഭഗവന്ത് മാൻ, ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം MA, B.Ed, ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പക്ഷേ മകന് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതെന്താ? അത് പിന്നെ ടീച്ചറിന്റെ കുട്ടിയാകുമ്പോ എന്തായാലും പഠിച്ചെന്നെ ആകണം, വേറെ വഴിയില്ലല്ലോ. കാരണം അതേ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് കുറുമ്പുകൾ കാണിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ടീച്ചേഴ്സിനും നോട്ട് ഹെഡ് മാസ്റ്ററിന്റെ ചെറുക്കനെയാണ്. അതുകൊണ്ട് എൻ്റെ കുറുമ്പുകളൊന്നും ഞാൻ അധികം പുറത്തെടുക്കാറില്ല. എൻ്റെ അച്ഛൻ സയൻസ് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ക്ലാസ് ഒന്നും ബങ്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കാരണം സ്വന്തം അച്ഛൻ ഹെഡ് മാസ്റ്ററായിട്ട് സ്കൂളിൽ നിൽക്കല്ലേ. പിന്നെ സ്കൂളിൽ പോകണമെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങിയാലും അച്ഛനല്ലേ ഹെഡ് മാസ്റ്റർ. അതോടെ പെട്ടാലേ അച്ഛൻ്റെ കയ്യിൽ തന്നെ പെടുന്നത്. പിന്നെ പഠിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ അച്ഛൻ എനിക്കൊരു നല്ല മാത്സ് ടീച്ചറായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ മാത്സിൽ സ്ട്രോങ്. പിന്നെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊക്കെ എന്തിനാ എനിക്ക് പഠിപ്പിച്ചു തരുന്നേ? ഇതുകൊണ്ട് ജീവിതത്തിൽ എന്താണ് ഉപയോഗം? ഇവിടെ ഒരുപാട് പേരുണ്ട്, ശരിക്കും ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എപ്പോഴെങ്കിലും A² + B² + 2AB എന്ന് പറഞ്ഞ് ഈ ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾക്ക് അരി വാങ്ങാൻ പറ്റിയോ? അവന് സയൻസ് പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ അവനെ പഠിപ്പിക്കുക. വെറുതെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? ഇത് എങ്ങനെയുണ്ടെന്ന് അറിയോ? പോസ്റ്റ്മാൻ്റെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. ഈ പോസ്റ്റൊക്കെ ഇടില്ലേ, എല്ലാം നല്ല ഇന്റർവ്യൂ സെറ്റപ്പ് ആയിരുന്നു. ഇന്റർവ്യൂവിൽ ചോദിക്കുക, അതായത് ഒരാളുടെ അടുത്ത്, ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ എത്ര ദൂരെയാണ് ഉള്ളത്? അവൻ പറഞ്ഞു, എൻ്റെ റൂട്ട് അതാണെങ്കിൽ എന്നെ വിട്ടേക്ക്, എനിക്ക് ജോലി വേണ്ടെന്ന്. എനിക്ക് വേണ്ടേ വേണ്ട. ഞാൻ എൻ്റെ അച്ഛനോട് എപ്പോഴും ഈ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ എനിക്ക് ഇത്രമാത്രം ഇന്ന് പഠിപ്പിക്കല്ലേ, ഇതിൻ്റെയൊക്കെ എല്ലാ ഉപകാരം ലൈഫിലുണ്ടാവുമോ? ഞാനൊരു ചെറിയ കാര്യം പറയാം. ഒരു പഞ്ചാബി ടീച്ചർ വന്നിരുന്നു. എല്ലാവർക്കും ഹൗസ് ടെസ്റ്റ് വെച്ചു. ഫീസ് കൺസെഷന് പിന്നെ ലെറ്ററും തരാൻ പറഞ്ഞു. ഫീസ് കൺസെഷനൊക്കെ ജനറലി എപ്പോഴും കിട്ടാറുള്ളതല്ലേ. അങ്ങനത്തെ സ്കൂളിലല്ലേ നമ്മൾ പഠിക്കാറ്. ടു ദ പ്രിൻസിപ്പൽ കമ, റെസ്പെക്റ്റഡ് സാർ കമ. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്.
എന്റെ പേര് ഭഗവൻ സിംഗ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്. 6ാം ക്ലാസ്സിൽ ഞാനായിരുന്നു ഫസ്റ്റ് റാങ്ക്. 7ാം ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ച് ഞാൻ റാങ്ക് എടുക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ വാക്ക് തരുന്നു. എന്റെ അച്ഛൻ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ശമ്പളമൊക്കെ വളരെ കുറവാണ്. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം 5 പേരുണ്ട്. ലൈഫിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഫീസ് എനിക്ക് കെട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫീസ് വാങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുണ്യം കിട്ടും ജീവിതത്തിൽ. എന്റെ പേര് റോൾ നമ്പർ ഇതാണെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാറില്ലേ? എനിക്ക് മാർക്ക് കിട്ടു 9.5 ഔട്ട് ഓഫ് 10. അതുമാത്രമല്ല വെരി വെരി ഗുഡ് എന്ന് എഴുതി. പക്ഷെ എനിക്കൊരു വിഷമായിരുന്നു. എൻ്റെ അച്ഛനെ നോക്കുകയാണെങ്കിൽ സൈക്കിളിൽ പോവായിരുന്നു. അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താ എൻ്റെ സ്കൂളുള്ളത്. പോകുമ്പോൾ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്താ ഇത്, നിങ്ങളെന്തിനാ എന്നെ പഠിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നിനക്ക് നല്ല വിവരം ഉണ്ടാവണം, ഒരുപാട് പഠിക്കണം, ഈ നാടിനെ കുറിച്ച് നല്ലോണം അറിയണം, സത്യവും കള്ളവും കണ്ടുപിടിക്കാൻ അറിയണം. ശരി അച്ഛാ, അപ്പം ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഫുൾ തെറ്റാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. എപ്പോൾ ചോദിച്ചു. ഞാൻ അപ്പാടനെ ആ ആപ്ലിക്കേഷൻ എടുത്തിട്ട് എൻ്റെ അച്ഛൻ്റെ കൈ കൊടുത്ത് കേട്ടോ. അദ്ദേഹം അത് ഫുള്ള് കണ്ടിട്ട് പറയാ, അടിപൊളിയായിട്ട് എഴുതി കേട്ടോ. 9.5 മാർക്കോ? 10ൽ 9.5 മാർക്ക്, അടിപൊളി, വളരെ നല്ല കാര്യം. അച്ഛ ഒരിക്കലും അന്യായം കാണിക്കരുത്, നിങ്ങൾ നമ്പർ നോക്കരുത്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ എഴുതുന്നത് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ സാർ. അതിൽ തന്നെ എൻ്റെ അച്ഛനൊരു തൊഴിലാളിയാണെന്ന് എഴുതിയിരിക്കുന്നത്. അതുമാത്രല്ല തമാശ, കൂടപ്പുറപ്പായിട്ട് 4 പേരുണ്ടെന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ആകെയുള്ളത് ഒരു അനിയത്തിയാ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആരാ? അതിനെന്റെ അച്ഛൻ പറയാ, നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഷോ ഓഫ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് ഫീസ് കൺസെഷൻ കിട്ടൂ. അപ്പൊ എൻ്റെ അച്ഛനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞതാ, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ കയ്യിൽ നല്ലൊരു പേന കിട്ടുകയാണെങ്കിൽ എനിക്ക് ഈ സിലബസ് ഒക്കെ മാറ്റാനുള്ള പവർ കിട്ടിയാൽ, ഇന്നിപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ പോസിറ്റീവ് വേയിൽ എഴുതും ഞാൻ. ഇന്ന ആളാണ് ഞാൻ വളരെ പാവപ്പെട്ട ആളാണ്, അച്ഛൻ വളരെ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് ഫീസ് കിട്ടാൻ പറ്റില്ല, കൺസെഷനൊക്കെ വേണമെന്ന് ഒരിക്കലും എഴുതില്ല. എൻ്റെ ഫീസ് എന്താണെന്ന് വെച്ചാൽ എടുത്തോളന്ന് എഴുതും. ഞാൻ നിങ്ങൾക്ക് വാക്കുതരാണ്, ഒരു ദിവസം വലിയ ഓഫീസറാവും. അതിനുശേഷം ഈ ഫീസിന്റെ പരീക്ഷ അടക്കം ഞാൻ കെട്ടിയിരിക്കും. സാർ, ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ താങ്കൾ ഒരു സൈഡിലിരുന്നു കൊണ്ട് ടീച്ചറിനെ മിമിക്രി കാണിക്കുമെന്ന്, അതുപോലെ അനുകരിച്ച്. ശരിയാണോ അത്? ഒരു കാര്യം പറയട്ടെ, എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടായാലും ആർട്ടിസ്റ്റ് ആയത് അവരുടെ കുടുംബത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. എല്ലാ പാരന്റ്സ് ഒരുപോലെ തന്നെയാ. നീ വലുതേ എന്താകും? പാരന്റ്സിനെ പറയും ഡോക്ടറാകുന്നു. അങ്ങനെ എല്ലാരും ഡോക്ടറായ പിന്നെ പേഷ്യൻസിനെ എവിടെ പോവും? കുറച്ചുപേര് ഒരു പൈലറ്റ്, എല്ലാരും പൈലറ്റ് ആയ പിന്നെ ആരാ പാസഞ്ചർ ആവുന്നേ? നിനക്ക് എന്താകണമെന്ന് കുട്ടികളെ നോക്കി ചോദിക്കൂ. ഞാൻ പതുക്കെ ഒന്നും പറയാതെ പുറത്തിറങ്ങും. സ്റ്റേജിൽ +1 ആണെന്ന് തോന്നുന്നു. ഞാൻ ഇന്റർ കോളേജ് കോമ്പറ്റീഷൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അച്ഛൻ അറിഞ്ഞു. പിന്നെന്താ, ഇന്ത്യയിൽ എല്ലാ ചെറുക്കന്മാർക്കും ഉണ്ടാവുന്ന അവസ്ഥ നിങ്ങൾക്കും അറിഞ്ഞിട്ടുണ്ടാവും. അടിയല്ലേ? അത് തന്നെ, അടിയെ കുറിച്ചല്ലേ? അതും കൈ കൊണ്ടൊന്നുമല്ല, കാലുകൊണ്ടാ. ഞാൻ എന്ത് ചെയ്യാനാ, അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എല്ലാം നിർത്തി അവസാനിപ്പിച്ചു. സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കളത്തരങ്ങളൊക്കെ എടുക്കും, പുറത്തറിയില്ല. അപ്പോൾ ഒന്ന് സംഭവിച്ചു. എന്താ സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആലോചിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയും. ഞാൻ ഫസ്റ്റ് വന്നതുകൊണ്ട് എനിക്കൊരു ട്രോഫി തന്നായിരുന്നു കവിതാ പാരായണത്തിൽ. ഞാൻ ഫസ്റ്റ് വന്നിരുന്നു. കോളേജിൽ എനിക്ക് വലിയ ട്രോഫിയാണ് തന്നത്. ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ വേറൊരു കാര്യമായിരുന്നു ചിന്ത. ഈ ട്രോഫി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയാൽ അച്ഛൻ എന്തായാലും മനസ്സിലാകും, വീണ്ടും ഈ പണി തുടങ്ങി വെക്കുന്നൊക്കെ ചോദിക്കും. സോ ട്രോഫി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ട്രോഫി എടുക്കാതെയും വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് എൻ്റെ ഒപ്പം ഒരു പാസഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ട്രോഫി തന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് അത്ര സന്തോഷം. ശരി, എന്നാ ഇത് നിങ്ങൾ തന്നെ വെച്ചോളൂ എന്നിട്ട് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ട്രോഫീസ് ഞാൻ ജയിച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. ഞാൻ നിങ്ങളുടെ ഈ ഷോയിലൂടെ ഒരുപാട് മാതാപിതാക്കളോട് ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുട്ടികളുടെ കഴിവ് ആദ്യം മനസ്സിലാക്കൂ, ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്, ഫ്രീ ആയി വിടൂ. ഒരു പ്രോട്ടോക്കോളിന് പോലെ അവരെ ഫോളോ ചെയ്യാൻ പറയരുത്. അവർക്ക് ഈ ലോകം എന്ന ആകാശം കാണിക്കൂ, നിങ്ങൾ അവരുടെ ചിറകുകളായി മാറൂ, പറക്കാൻ അനുവദിക്കൂ. അതിന് റൂട്ട് ഇട്ട് കൊടുക്കരുത്. അവൻ എവിടെ തോന്നോ പോട്ടെ, എവിടെ വേണമെങ്കിൽ പറക്കട്ടെ. ഈ റൺവേ ഉണ്ടല്ലോ, ഫ്ലൈറ്റ് പറക്കാൻ സഹായിക്കുന്നില്ല, ഫ്ലൈറ്റ് പറക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്ലൈറ്റിലെ എഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്ത്
ആ ഫ്ലൈറ്റ് 20 മിനിറ്റിനുള്ളിൽ ചണ്ഡീഗഡ് എത്തണോ അതോ മണിക്കൂറുകൾ യാത്ര ചെയ്ത് സാൻ ഫ്രാൻസിസ്കോ എത്തണോ എന്ന്. അതൊക്കെ എഞ്ചിൻ നോക്കിക്കോളും. പക്ഷേ ഫ്ലൈറ്റിനൊരു റൺവേ ആവശ്യമാണ്. റൺവേ ആയി നിൽക്കേണ്ടവരാണ് പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഫ്ലൈറ്റ്സ് ആണ്. ആർക്ക് വേണമെങ്കിൽ പറക്കാം, പക്ഷെ നല്ല റൺവേ വേണം. താങ്കൾക്ക് റൺവേ ലഭിച്ചു, താങ്കളുടെ ഫ്ലൈറ്റ് പറന്നു. അപ്പൊ യഥാർത്ഥത്തിൽ താങ്കൾ ടേക്ക് ഓഫ് ആയെന്ന് താങ്കളുടെ അച്ഛന് മനസ്സിലായോ? ആ ഒരു ചോദ്യത്തിലും കാര്യമുണ്ട്. പിന്നെ പാരന്റ്സിന് ഒരു ഇന്റർവ്യൂ ഉണ്ട്. എന്റെ മോൻ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു അവൻ ഈ നിലയിൽ എത്തുമെന്ന്. ഹൈലി ടാലന്റഡ്. ഞാൻ എന്റെ മകനെ നീ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിൽ പോടോന്ന് പറഞ്ഞു എന്നൊക്കെ പറയും. പക്ഷെ ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല, സത്യം. എന്താ ശരിയല്ലേ? പക്ഷെ നല്ല അടി കിട്ടും കേട്ടോ. ഇതിൽ വേറൊരു കോമഡി ഉണ്ട്. പട്യാലയിൽ ഒരിക്കൽ, ആ സമയത്ത് ഞങ്ങൾ പട്യാലയിലായിരുന്നു. അവിടേക്ക് ഒരുപാട് ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ടാവും കേട്ടോ. പ്രിൻസിപ്പളുടെ പേരിലായിരിക്കും എല്ലാ ലെറ്ററും വരുന്നത്. ഒരു കാക്കി കളറിൽ ഗവൺമെന്റിന്റെ ഒരു ലെറ്റർ കിട്ടി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു സ്റ്റാമ്പ് ഉണ്ടാവും. ആ ലെറ്ററിൽ എഴുതിയിരുന്നു എൻ്റെ അച്ഛൻ്റെ പേര് മഹേന്ദ്രൻ സിംഗ് എന്നാണ്. ആ ലെറ്ററിലുണ്ടായത് മഹേന്ദ്ര സിംഗ്, ഫാദർ ഓഫ് ഭഗവന്ത് മാൻ, ഗവൺമെന്റ് ഹെഡ് മാസ്റ്റർ, ഗവൺമെന്റ് മിഡിൽ സ്കൂൾ. ഞാൻ ആ ലെറ്റർ എടുത്ത് നോക്കിയിട്ട് എൻ്റെ അച്ഛന് കാണിച്ചു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, മൈ ഡിയർ മാസ്റ്റർ, സൺ ഓഫ് ആണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല, എന്തിനാ ഈ ഫാദർ ഓഫ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ? അത് നോക്കണേ, അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ലെറ്ററിൽ, ഒരു സർക്കാർ ലെറ്റർ അല്ലേ അത്. അദ്ദേഹം പറയാ, നിന്റെ പേരിൽ ലെറ്റർ വരാണെങ്കിലേ പെട്ടെന്ന് ഇങ്ങ് ഡെലിവർ ആയിക്കോളൂ, അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ അദ്ദേഹം എൻ്റെ പേരും പ്രശസ്തിയൊക്കെ എൻജോയ് ചെയ്യാണെന്നാ. അച്ഛനും അമ്മയല്ലേ. അതിനുശേഷം അദ്ദേഹം എവിടെയും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്തിന്, ഒരു തവണ എൻ്റെ സ്വന്തം അനിയത്തിന് ഫോൺ ചെയ്തിരുന്നു. മിസ് മൻപ്രീത്, ഞാൻ ഭഗവത് മാറിന്റെ അച്ഛനാണ് സംസാരിക്കുന്നത്. അപ്പൊ അവള് ചോദിക്കപ്പ എന്റെ അച്ഛനല്ലേന്ന്. സോ ഈസ് ലിറ്ററലി എൻജോയിങ് ദാറ്റ്. പക്ഷെ ആ സമയത്ത് താങ്കളുടെ പക്കലുണ്ടായിരുന്ന ആ കോമഡി, ആ കുറുമ്പുകൾ, അതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ വാർത്തകൾ കൂടി നിറയ്ക്കും. അതിൽ താങ്കൾ രാഷ്ട്രീയവും പറയാറുണ്ട്. അപ്പോഴേ ഈ രാഷ്ട്രീയ കളികളൊക്കെ ഇഷ്ടമുള്ള കാര്യമാണോ? ആക്ച്വലി എൻ്റെ അച്ഛൻ MA BSc BEd ആയിരുന്നു. മെഡിക്കൽ സയൻസിൽ BSc BEd. പിന്നെ പോളിറ്റിക്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ. അദ്ദേഹം 2-3 ദിവസങ്ങളൊക്കെ, പണ്ടത്തെ കാലത്തെ ഇലക്ഷനിലൊക്കെ നമ്മൾ ഈ വോട്ട് എണ്ണുന്ന പരിപാടിയുണ്ട്. 3-4 ദിവസങ്ങളൊക്കെ റിസൾട്ട് വരും. എന്നെ അദ്ദേഹം അവിടെ ഇരുത്തും, എന്നെ എഴുതുന്നു പറയും. ഇപ്പോൾ ഉള്ളവർക്കൊന്നും അറിയില്ല, അക്കാലത്ത് റിസൾട്ട് വരുന്ന സമയത്ത് സിനിമയൊക്കെ ഇട്ട് കാണിക്കും TV-യിൽ. 2-3 ദിവസം തുടർന്ന് നടക്കും അതെ, counting. ആരാണ് വരുന്നതെന്ന് അപ്പൊ തൊട്ട് എനിക്ക് അറിയാം. ഫുൾ ഫോം ഓഫ് DMK. പിന്നെ AIDMK പാർട്ടിയുണ്ട്, തമിഴ്നാട്ടിലുള്ളതാ. എൻ്റെ അറിവിൽ ഒരു സത്യം പറയട്ടെ, 80% പാർലമെന്റിലിരിക്കുന്ന ആൾക്ക് പോലും ആ ഫുൾ ഫോം അറിയില്ല. ദ്രാവിഡ മുന്നേറ്റ കഴകം, ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം. ഇതെൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാ. പിന്നെ അദ്ദേഹത്തിന് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ഹോക്കി മാച്ച് ഒബ്സർവ് ചെയ്യും. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ സ്പോർട്സൊക്കെ ഒരുപാട് നോക്കും, കാരണം എനിക്ക് സ്പോർട്സ് ജീവനായിരുന്നു. ആ സമയത്ത് ദൂരദർശനം കണ്ടു. അപ്പം നല്ല ഗ്രാൻഡ് സ്ലാബും, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, മിക്കവാറും ഇതൊക്കെ ദൂരദർശനിലാണ് കാണിക്കാറ്. അപ്പോൾ ഉണ്ടായത് മാർട്ടിന ലൊമാർത്തിരോബ, ജോൺ മെക്കാൻഡ്രോ. നിങ്ങളെ പോലെ തന്നെ ഫൈറ്റ് ചെയ്യും. എപ്പോൾ നോക്കിയൊരു ഫൈറ്റ് ആയിരിക്കും. റാക്കറ്റൊക്കെ ഇട്ട് അടിക്കുന്ന കാണണം. ബോറിസ് ബേക്കർ, ആ സമയത്ത് ഗാബ്രിയലസ് അബത്തീനി. ആ സമയത്ത് ഞാൻ ഒരുപാട് നോക്കുമായിരുന്നു. എപ്പോഴാണ് ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയത് അപ്പം തൊട്ട് 1990 തൊട്ട് ഇന്ന് വരെ ബാറ്റിംഗ് ഓർഡർ പ്രകാരം ഇന്ന് വരെ എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റും. ശരി, വെസ്റ്റ് ഇൻഡീസിന്റെ പ്ലെയറിന്റെ പേരെന്ന് പറഞ്ഞു. വെസ്റ്റ് ഇൻഡീസ് ടീം ഞാൻ എപ്പോഴാണോ റേഡിയോയിൽ കേൾക്കാൻ തുടങ്ങിയത്, ആ സമയത്തുണ്ടായത് ഡെസ്മൻ ഹെയ്ൻസ്, ഗോർഡൻ ഗ്രീൻസ്, റിച്ചി റിച്ചർഡ്സൺ, ഗ്യാസ് ലോഗി, വിവിയൻ റിച്ചർഡ്, കോൾ ഹോപ്പർ, ജാഫി ഡൂജൻ വിക്കറ്റ് കീപ്പർ ആയിരുന്നു. പിന്നെ കോട്ട്ലി അംബ്രോസ്, മാൽക്കം മാർഷൽ, പാട്രിക് പാറ്റർസൺ. വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഞാനും അപ്പോൾ മുതൽ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പേരെല്ലാം പറയുന്നുമുണ്ട്. അത് ഓർഡർ ആയിട്ട് തന്നെ. സ്പോർട്സ് എന്ന് വെച്ചാൽ ജീവനാണ്. ഇപ്പോഴും സ്പോർട്സിന്റെ വലിയൊരു ഫാനാണ് ഞാൻ. പഞ്ചാബ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യണോ ഞങ്ങളത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഹോക്കിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 7-8 പ്ലെയർ ആമിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചാബ് കുട്ടികൾ നാഷണൽ ഹോക്കി ടീമിൽ. ഹോക്കി ടീമിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിരിക്കട്ടെ, ഈ കളികളെല്ലാം ശ്രദ്ധിച്ച് പിന്നെ രാഷ്ട്രീയ കളിയിലേക്ക് എപ്പോഴാണ് വന്നത്? അപ്പോഴാണ് ലോഫ്റ്റർ ചാലഞ്ച് ഒക്കെ വന്നത്. ആ സമയത്ത് ഞാൻ
ബോളിവുഡിൽ മൂവീസ് ചെയ്തു തുടങ്ങിയിരുന്നു. ഞാൻ ധർമ്മേന്ദ്ര സാർ, സണ്ണി ഡിയോൾ, പിന്നെ ബോബി ഡിയോൾ, കാട്രീന കേഫ് ഉണ്ടായിരുന്നു. ബോളിവുഡിൽ എൻ്റെ കരിയറിന് തുടക്കം ഇങ്ങനെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് 2011 മൺപ്രീത് ബാദൽ എന്നറിയില്ലേ, അദ്ദേഹമായിരുന്നു ആ സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ. ബാദൽ, നമ്മുടെ പ്രകാശ് സിംഗ് ബാദലിന്റെ നെഫ്യൂ. അദ്ദേഹം ജോലിയിൽ നിന്നൊക്കെ രാജിവെച്ചിട്ട് സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആർക്കൊക്കെയാണോ പഞ്ചാബിനെ കുറിച്ച് ഓർത്ത് ഹൃദയത്തിലൊരു വെങ്ങലുള്ളത് അവരെന്റെ കൂടെ വരണമെന്ന്. ഇതൊക്കെ കേട്ട് ഞാനായിരുന്നു ആദ്യം അദ്ദേഹത്തിനടുത്ത് ചെല്ലുന്നത്. അതായത് കട്രീന കൈഫിനെ വിട്ടിട്ട് മന്ത്രിയിലേക്ക് എത്തി. കാട്രീന കേഫിനെ വിട്ടിട്ട് പഞ്ചാബിന്റെ ഒപ്പം വന്നു. ഭഗത് സിംഗ് എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, പ്രേമിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന്. എല്ലാവർക്കും തുല്യ അവകാശമാണ് അതിനുള്ളത്. അതുകൊണ്ട് എന്റെ പഞ്ചാബിനെ കാമുകിയായി ഏറ്റെടുത്ത് ഞാൻ പ്രണയിക്കാൻ തുടങ്ങി. ശരി, എപ്പോൾ താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നുവോ, അപ്പോൾ താങ്കളുടെ അച്ഛൻ ഇത് അനുകൂലിച്ചോ അതോ താങ്കളെ എതിർത്തോ? ഏകദേശം ഈ കഥ തന്നെയാ. രാഷ്ട്രത്തിൽ ഇറങ്ങാൻ പോവാന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലല്ലോ നീ ഈ ലൈനിൽ തന്നെ നിൽക്കണമെന്ന്. അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞത്, നിന്റെ ഈ ജോലി തന്നെ നന്നായിട്ടുണ്ട്. അതെ, ഇദ്ദേഹത്തിന് ഈ ജോലി ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒറ്റൊരു ജീവിതമാണ് ഉള്ളത്, വിറക് നന്നായിട്ട് കത്തിയാൽ മാത്രമേ അരി വേവിക്കാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ ഞാൻ കാണുന്നത് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ പഞ്ചാബിലൊരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ ഞാൻ കാണുന്നത് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു. എന്റെ എൻവിറോൺമെന്റ് ചുറ്റും പ്രോബ്ലം ആയിരുന്നു. ഇത്രയൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഞാൻ CD-യും റെക്കോർഡിങ്ങും ഷോസൊക്കെ ആയിട്ട് പോയാൽ അത് മോശമല്ലേ? എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണ്ടേ? അപ്പോഴെനിക്ക് തോന്നിയത്, രാഷ്ട്രീയത്തിൽ വന്ന് എനിക്ക് ഇതൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്തുകൂടാ? എന്റെ ഈ മുഖം ഫേമസ് ആക്കിയതിനെ പഞ്ചാബിലെ ജനങ്ങളാണ്. എന്റെ ശബ്ദം നാട് മുഴുവൻ എത്തിച്ചതോ പഞ്ചാബിലെ ആൾക്കാരാ. അതുകൊണ്ട് അവരുടെ രൂപവും ശബ്ദവുമായി ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. താങ്കളെ ഞാൻ പ്രശംസിക്കുകയാണ്, കാരണം പറഞ്ഞതുപോലെ തന്നെ താങ്കൾ ചെയ്തു. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം വീണ്ടും ചോദ്യശരങ്ങൾ ഇവിടെ എയ്യുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം പറയും, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാകാം, റിലേഷൻസ് ഉണ്ടാവാം, ഇവിടെ തന്നെ ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ടാകാം. അതിൽ ഒരുപാട് പേര് മദ്യം വെക്കാറുണ്ട്. അവരൊക്കെ ഇപ്പൊ ജീവനോടെ ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോ എന്റെ ലിവർ മാത്രം എന്താ ഇരുമ്പുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി പഞ്ചാബിന്റെ CM ഭഗവന്ത് മാൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തനിക്ക് തന്നെ അഭിനിവേശമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. മാൻ സാർ, ഇപ്പോഴെല്ലാം ഞാനും ശ്രദ്ധിക്കാറുണ്ട്, താങ്കൾ താങ്കളെ തന്നെ ഇപ്പോൾ രസിക്കുന്നു. താങ്കൾ സ്വയം കണ്ണാടിയിൽ നോക്കി പറയുന്നു, മാൻ സാർ, നിന്നെ പോലെ സൗന്ദര്യമുള്ള മറ്റൊരു വ്യക്തിയില്ല. ഞാൻ ആ കാര്യം പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് ഞാൻ എന്നെ തന്നെ പ്രശംസിക്കും. മൻസാബ്, അടിപൊളിയാടാ നീ. പുറത്തുള്ള ആൾക്കാർ നിന്നെ ബഹുമാനിക്കണം, ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചാ നീ ആദ്യം നിന്നെ സ്വയം ബഹുമാനിക്കണം. രജത് സർ, ഇവിടെ ഒരുപാട് യുവതലമുറകളുണ്ട്. ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മുട്ടയാണെങ്കിൽ അത് എന്നായാലും പൊട്ടിയിരിക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ ആ മുട്ട പൊട്ടിയേ തീരൂ. പക്ഷേ പുറത്തെ ഫോഴ്സ് കാരണമാണ് ആ മുട്ട പൊട്ടുന്നുണ്ടെങ്കിൽ ആ അകത്തുള്ള ജീവൻ ഇല്ലാതെയാകും. അത് സ്വയം പൊട്ടിയാണ് പുറത്തു വരുന്നെങ്കിൽ അതിന്റെ ജീവിതം മനോഹരമായിരിക്കും. നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളാണ് പറയേണ്ടത്. അല്ലാതെ പുറത്തുള്ള ആൾക്കാരല്ല വന്ന് പറയേണ്ടത്, നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യണമെന്ന്. നിനക്കിത് ശരിയാവില്ല, നിനക്ക് അതായിരിക്കും കറക്റ്റ്. നിന്നെ അനലൈസ് ചെയ്യാൻ നീയാണ് ബെസ്റ്റ് ജഡ്ജ്. നിന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ടതും നീ തന്നെയായിരിക്കണം. താങ്കളുടെ ജഡ്ജി നവജോത് സിംഗ് സിദ്ധു അല്ലേ? അതെ. സിദ്ധു സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മഞ്ഞ തലക്കെട്ട് കെട്ടിയ ഭഗത് സിംഗ് ആവുമോ എന്ന്. ഭഗത് സിംഗ് രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത വ്യക്തിയാണ്. ഭഗവന്ത് സിംഗ് പഞ്ചാബിനെ മോശം അവസ്ഥയിൽ എത്തിച്ചു എന്നും. അതിന് ഞാൻ ഭഗത് സിംഗ് ആയെന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ ഒന്നുമല്ല. അതേ 23-ാം വയസ്സിൽ നാടിനു വേണ്ടി ജീവൻ തന്നെ ത്യാഗം ചെയ്തതാ. ശരിയല്ലേ? നമ്മൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, ഒരു തെറ്റുമില്ല. അവരുടെയൊക്കെ സ്വപ്ന ഭാരതം എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ ആകണം എന്ന്
ഭഗത് സിംഗിന് ഈ ഒരു കാര്യത്തിൽ ടെൻഷനേ ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. സ്വാതന്ത്ര്യം കിട്ടുന്നത് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നാട് ആരുടെ കൈകളിലായിരിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ ടെൻഷനിലും കാര്യമുണ്ടല്ലോ. ഇന്ന് 75 വർഷങ്ങൾക്ക് ശേഷം വിദേശത്ത് ഓടിക്കൊണ്ടിരിക്കുക. വെള്ളക്കാരെയൊക്കെ വരട്ടാൻ ഭഗത് സിംഗിനെ പോലെ ആളുകളും ഉത്തം സിംഗിനെ പോലെ ആളുകളൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയോ? കർത്താർ സിംഗ് സറാബ, രാജ്ഗുരു, സുഖ്ദേവ്, നമ്മളെപ്പോലെ യൂത്ത്സ് ആയിരുന്നു ഇവര്. സ്വാതന്ത്ര്യം കിട്ടാൻ ആത്മഹത്യ ചെയ്ത വ്യക്തികൾ ഇവരൊക്കെ. പക്ഷെ ഇന്നോ 30-40 ലക്ഷങ്ങളാണ് ട്രാവൽ ഏജൻസിക്ക് കൊടുക്കുന്നത്. വലിയ ക്യൂ തന്നെ നിൽക്കുകയാണ് സായിപ്പന്മാരെ കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഭഗത് സിംഗിന്റെ ഡ്രീം ഓഫ് ഫ്രീഡം, അതായത് ഈ മഞ്ഞ കളർ ടർപ്പൺ ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് എവിടെയെങ്കിലും പോവാണെങ്കിൽ അതിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇനിയും എടുത്തു പറയുകയാണെങ്കിൽ സിദ്ധു സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ വളരെ സീനിയേഴ്സ് ആണ്. ലാഫ്റ്റർ ചാലഞ്ചിൽ അദ്ദേഹമായിരുന്നു ജഡ്ജ്. ചില സമയമൊക്കെ എനിക്ക് തോന്നും, ഞാൻ എന്ത് കോമഡി പറയട്ടെ ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നതെന്ന്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ തന്നെ യുണീക്കാണ്. ഒരു തവണ കോൺഗ്രസിലായിരുന്നു, ഒരു തവണ BJP-യിലാണ്. അതുമാത്രമല്ല ഒരു തവണ അകാലിദളിയിലുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല എല്ലാവർക്കും ഒരു കവിത പറയും. മോദിക്കൊരു കവിത പറയും, ആസാറാമിനൊരു കവിത പറയും, സോണിയക്ക് ഒരു കവിത പറയും, മൻമോഹൻ സിംഗിന് വേറെ ഒരു കവിത പറയും. ഒന്നുമല്ലെങ്കിലും വളരെ നന്നായിട്ടല്ലെങ്കിലും ഞാൻ സാഹചര്യത്തിനനുസരിച്ചല്ലേ സംസാരിക്കുന്നത്. ചില സ്ഥലത്ത് ഞാൻ സംസാരിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ടോട്ടലി വേറെ. എന്ത് വേണമെങ്കിൽ പക്ഷെ പറയാം. ഒരു പ്രാവശ്യം താങ്കൾ അദ്ദേഹത്തിന്റെ ഫാനാണ്, റോൾ മോഡലാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ, ഞാനൊരു ക്രിക്കറ്റ് ഫാനാണ്. അദ്ദേഹം ഓപ്പണറായിട്ട് വരുന്ന സമയം ഇപ്പോഴും ഞാൻ ഒരു ഫാൻ തന്നെയാ, സത്യമായിട്ടും. ശ്രീകാന്തിന്റെ ഒപ്പമാണ് വരാറ് ആസ് എ ഓപ്പണർ. ആ സമയത്ത് ഞാൻ ഒരുപാട് ക്രിക്കറ്റ് കാണുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഫാനാണ്. ഈ രീതിയിലൊന്നും ആക്ഷേപിക്കരുത്. പക്ഷേ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് കേജ്രിവാൾ അദ്ദേഹത്തെ പാർട്ടി ഫേസ് ആയിട്ട് നിലനിർത്താൻ ശ്രമിച്ചിരുന്നു എന്ന്. ഈ ഞാനും നമ്മുടെ കെജ്രിവാൾ സാറിൻ്റെ അടുത്ത് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. നവജോത് സിദ്ധോ നമ്മുടെ പാർട്ടിയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തെ CM ആക്കണം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്രയും എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധാരാളം അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഏത് പോസ്റ്റിംഗിൽ വേണമെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ ലക്ഷ്യം പഞ്ചാബിനെ രക്ഷിക്കണമെന്ന്. പഞ്ചാബിൽ കോൾ ടാക്സി, പഞ്ചാബിൽ പിന്നെ നമ്മുടെ ബ്രെയിനൊക്കെ ഡ്രെയിൻ ആവുകയാണ്. പിന്നെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സൊക്കെ കാനഡയിലേക്ക് ഓടി പോവല്ലേ. ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും എൻ്റെ അധികാരത്തിൻ്റെ കസേല യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു എൻ്റെ നോട്ട് അങ്ങോട്ടേക്കാണെന്ന്. എന്ത് ചെയ്യാനാ? പഞ്ചാബിൽ ഒരു മാറ്റം ഏർപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതായിട്ട് താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. സിദ്ധു സാർ പറയുന്നത് താങ്കൾ മാറ്റത്തിന് വേണ്ടിയല്ല വന്നതെന്ന്. 1.5 വർഷത്തിൽ ഇദ്ദേഹം ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. മാറ്റിയതാകെ തൻ്റെ ഭാര്യയെ മാത്രമാണെന്ന്. ഇപ്പോ ഇതിൽ തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് കാര്യപ്രവർത്തനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ രണ്ടാമതൊരു വിവാഹം നടന്നു. അത് പക്ഷെ ലീഗലായിട്ടാണ് കേട്ടോ നടന്നത്. ഗുരു ഗ്രാൻഡ് സാബ് ജീനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ച് പൂജാമുറിയിലിരുത്തി ചടങ്ങോടെ തന്നെയാണ് നടന്നത്. ഇതിലാർക്ക് എന്ത് പ്രശ്നമാണുള്ളത്? ഇതാണോ പഞ്ചാബിൻ്റെ എയിം? സിദ്ധു സാർ പറയാറില്ലേ, അതായത് ഞാൻ ഭാര്യനെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നും മാറ്റിയിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞ സിദ്ധു സാർ ഒരു കാര്യം കൂടി ഓർമ്മ വെക്കണമായിരുന്നു. അദ്ദേഹത്തിനുള്ളതും രണ്ടാം അമ്മയാണ്. ആരാണോ അവനവന് വേണ്ടി സ്വയം കണ്ണാടി കൊട്ടാരം ഉണ്ടാക്കുന്നത്, അവൻ മറ്റുള്ളവരുടെ വീട്ടിൽ കല്ലെറിയരുത്. എൻ്റെ വൈഫ് ആക്ച്വലി ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി MBBS കഴിഞ്ഞതാ. പക്ഷെ പുള്ളിക്കാരി ഇതുവരെ പോളിറ്റിക്സിലോ രാഷ്ട്രത്തിലൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് സോഷ്യൽ സർവീസും സോഷ്യൽ ആക്ടിവിസ്റ്റിലെ ഭാഗമാണ്. എന്തിനാണ് ആവശ്യമില്ലാതെ എല്ലാ പ്രശ്നത്തിനും പുള്ളിക്കാരുടെ പേര് വലിച്ചെറിയുന്നത്? ഇതൊക്കെ താഴ്ന്നായിരുന്ന പരിപാടി. ഇതൊന്നും ഒട്ടും നല്ലതിനല്ല. രാഷ്ട്രത്തിൽ ഒരിക്കലും പേഴ്സണൽ വെഞ്ചൻസ് കൊണ്ടുവരരുത്. ഞാൻ ഇത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇതുപോലുള്ള കമന്റ് ഒന്നും പറയാൻ പാടില്ല. പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറയരുത്. അല്ലല്ല, ഈ പിച്ചിലാണ് പുള്ളിക്കാരന്റെ കളിയെങ്കിൽ എനിക്കും ഒരു ഷോട്ടുണ്ട്. എന്നാണോ അദ്ദേഹം എൻ്റെ ഈ രണ്ടാം ഭാര്യനെ കുറിച്ച് പറഞ്ഞത്? അന്ന് അവിടെ ഇരുന്ന ഓഡിയൻസിന്റെ ഒരുപാട് പേർക്ക് രണ്ടാം ഭാര്യയും മൂന്നാം ഭാര്യയും, എന്തിന് രണ്ടാം അമ്മയും മൂന്നാം അമ്മ വരെ ഉണ്ട്.
താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പഞ്ചാബിലെ CM അല്ലേ ഞാൻ. ഇപ്പോൾ ബാദൽ കുടുംബത്തിന്റെ കൂടെയാണ് അദ്ദേഹം കൂടുതലും ഫൈറ്റ് ചെയ്യുന്നത്. മെജിറ്റിയ സാറും ഇപ്പൊ പറയുന്നുണ്ട് കെട്ടിപ്പിടിക്കാനുള്ള സമയം എത്തിയെന്ന്. അതെന്താന്ന് വെച്ചാ നമ്മുടെ സിദ്ധു സാറിനും മെജസ്റ്റിയ സാറിനും ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെയാ. എപ്പോഴും പരസ്പരം കണ്ട പച്ച തെറിയാ സംസാരിക്കുന്നേ. രണ്ടുപേരും ഓപ്പോസിറ്റിൽ ഇലക്ഷനിൽ നിൽക്കും, രണ്ടുപേരും തോറ്റും പോകും. ആരാ ജയിച്ചത്? ജീവൻ ജ്യോത്ത് എന്നുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടി ഒരു NGO നടത്തുന്നുണ്ട്. അവസാനം പുള്ളിക്കാരിയിലെ ജയിച്ചത്. പിന്നെ ഇവന്മാർ രണ്ടുപേരും തോറ്റുപോയി. ചില ഫംഗ്ഷനിലൊക്കെ ഇവർ രണ്ടുപേരും കണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ഭയങ്കര പ്രശംസയായിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോഴാ ജനങ്ങൾ പറ്റിക്കപ്പെടുവാണെന്ന് ചിന്തിച്ചു പോകുന്നത്. എന്ത് ചെയ്യാനാ പറയൂ, ഇവരുടെയൊക്കെ കൂടെ ഉള്ളത് കാരണം ഞങ്ങളുടെ സ്വന്തവും ബന്ധവും മുത്തശ്ശിയെ എല്ലാവരെയും ഞാൻ മിണ്ടില്ല ഈ ഭാഗത്താണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. പക്ഷെ ഈ ഭാഗത്തോ കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നേരാൺമണ ചെയ്യണം. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയാറുണ്ട്, എതിർക്കാണെങ്കിൽ നല്ല അന്തസ്സായിട്ട് എതിർക്കണം, ചീറ്റ് ചെയ്യരുത്. കാരണം നാളെ അവൻ സുഹൃത്തായാൽ ഒരു നാണോ ഇല്ലാതെ കെട്ടിപ്പിടിക്കാൻ പറ്റണം. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ശരിക്കും ചമ്മലാണ് ഇപ്പോ. പക്ഷെ അവരുടെ രണ്ടുപേരുടെ സൗഹൃദം ഉണ്ടല്ലോ, അത് ഭഗവാൻ മാനിന് എതിരായിട്ടുള്ളതാണ്. ഏത് ഭാഷയാണോ സിദ്ധു സംസാരിക്കുന്നത് അതേ ഭാഷയാണ് ബാദലും സംസാരിക്കുന്നത്. സുബീർ ബാദൽ ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഈ CM ഒരു ഭ്രാന്തനാണെന്ന്. ഓ, സത്യം എന്താ? ശരിക്കും സത്യം എന്താന്ന് വെച്ചാ നിങ്ങൾക്കറിയാലോ, പ്രകാശ് സിംഗ് ബാദൽ തോറ്റു, ശുക്ദേവ് ബാദൽ തോറ്റു, അദ്ദേഹത്തിന്റെ മരുമകൻ തോറ്റു, അളിയൻ തോറ്റു, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ തോറ്റു, പെങ്ങളുടെ മോൻ തോറ്റു, ക്യാപ്റ്റൻ അമർന്ദർ സിംഗ് തോറ്റു, ഷണ്ണി തോറ്റു, എല്ലാവരും തോറ്റു. ഇപ്പോ ഇവർക്കൊക്കെ ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരു അധ്യാപകയുടെ മകനാണല്ലോ CM ആയത്. അപ്പൊ അവര് 3.5 കോടി ജനങ്ങളെയും കുറ്റം പറയാണോ? അവരെന്തോ ഒരു പ്രാന്തനാണോ സെലക്ട് ചെയ്തിരിക്കുന്നത്? സുഖ്ബീർ ബാൾ എന്ത് ക്ലെവറായിട്ട് അറിയോ സംസാരിക്കുന്നത്. നമ്മുടെ സുഖ്ബീർ ബാൾ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ പറയാ, പ്രകാശ് സിംഗ് ബാദൽ കാലമായി, അദ്ദേഹം ഇപ്പം നമ്മുടെ ഒപ്പം ഇല്ല. അന്ന് സുഖ്ബീർ ബാദൽ പറയാണ്, ഒരു തവണയല്ല 2-3 തവണ പറഞ്ഞു അദ്ദേഹം, ഇവിടെ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന സർദാർ പ്രശാന്ത് സിംഗ് ബാദൽ ഇല്ലേ, അദ്ദേഹം എനിക്ക് അച്ഛന്റെ സ്ഥാനത്താണ്. അപ്പൊ ബാദൽ സാർ എഴുന്നേച്ച് പറയാടാ, ഞാൻ നിന്റെ അച്ഛൻ തന്നെയാണെന്ന്. അതൊരു അച്ഛൻ തന്നെയാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയ വലിയ വലിയ സ്കൂളിൽ പഠിച്ചത് അത്ര, ഈ മൗണ്ടൈൻ്റെ മുകളിലുള്ള സ്കൂളില്ലേ, ഇവർക്കൊക്കെ 100-ന് അപ്പുറത്തെ എണ്ണാൻ അറിയില്ല, 100-ന് താഴെ എണ്ണ അറിയില്ല. ഇവരൊക്കെ 144 crore എണ്ണാൻ പറഞ്ഞാലേ ഇവര് പറയും 1 കോടി പിന്നെ 44 കോടിയെന്ന്. 100 അറിയാട്ടോ, പക്ഷെ അറിയാത്തത് 44ആ. അത് പറയാനും അറിയില്ല. ഇവരൊക്കെ ആണല്ലോ നല്ല ഹിൽ ടോപ്പ് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്നത്. പഞ്ചാബിന്റെ കൾച്ചറിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. പിന്നെ തോന്നുന്നതൊക്കെ അങ്ങ് പറഞ്ഞു തള്ളുക. സിദ്ധു സാർ പറയുന്നത് താങ്കളെ മജ്നുമാൻ എന്ന് വിളിക്കുമെന്ന്. അത് നല്ല കാര്യല്ലേ? ആരാ സിദ്ധു സാർ? പറയൂ, സിദ്ധു സാർ ആരാണ്? ഫോറിനറാണോ? താങ്കൾ ഒന്നും ഉത്തരം പറ. സിദ്ധു സാറ് കോൺഗ്രസിലൊരു ഭാഗമാണോ? പറയൂ. അല്ല. പറയൂ, താങ്കളുടെ ജഡ്ജ്, താങ്കളുടെ ഗുരു, താങ്കളുടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, തോറ്റുപോയ ഒരാള്. അദ്ദേഹത്തിന്റെ മറ്റൊരു പാർട്ട്ണർ സുബീർ ബാദൽ, അദ്ദേഹം ഡെപ്യൂട്ടി CM ആയിരുന്നു, ഒരു ഗവൺമെന്റ് റൺ ചെയ്ത വ്യക്തി. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ ഭഗവന്ത് മാൻ കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തേക്ക് പുറത്തേക്ക് വരില്ലെന്ന്. ഏകദേശം 12 കൊല്ലം ഇതന്നെ പറയുന്നു. ഭഗവത് മാൻ രാവും പകലും നോക്കാതെ ഏത് സമയം വെള്ളടിച്ച് പൂസായിരിക്കുമെന്ന്. സാറ് തന്നെ ഒരു കാര്യം പറയൂ, സാറിന് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടാവും, പെങ്ങന്മാരുണ്ടാവും, സിബ്ലിങ്സ് ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. 12 കൊല്ലമായിട്ട് കുടിക്കുന്നവൻ ഈ സമയത്ത് ജീവനോടെ ഉണ്ടാവോ? ഇല്ലല്ലോ. പിന്നെന്താ, എന്റെ ലിവർ മാത്രം ഇരുമ്പിനുകൊണ്ടാണോ ഉണ്ടാക്കിയത്? എന്ത് പറയാനാ ഞാൻ? ഇവന്മാർക്കൊന്നും വേറെ ഒന്നും ആലോചിക്കാനില്ലാതെ തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ചു കൂവുക. ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ച ഫസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യും. 70 കൊല്ലമായിട്ട് നടക്കാത്ത ഈ ജോലികളൊക്കെ ഞാൻ 1.5 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്തു. പഞ്ചാബിലെ 88% വീട്ടില് എല്ലാവർക്കും ഇലക്ട്രിസിറ്റി കിട്ടിയിട്ടുണ്ട്. അതിലത് ചുമ്മാ അത് പറയുന്നത് പോലെ അതിൽ ഒരു തരികിടയില്ല. നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാം, പഞ്ചാബിൽ 600 യൂണിറ്റ് ഫ്രീ ആണ്. 2 മാസം കൂടുമ്പോഴേ കറണ്ട് ബില്ല് വരൂ.
600 യൂണിറ്റ്. നിങ്ങളുടെ വീട്ടിൽ 4-5 AC ഉണ്ടെങ്കിലും നിങ്ങളുടേത് 600 യൂണിറ്റ് കുറവാണെങ്കിൽ ഫ്രീ ആണ്. ബിക്കോസ് പഞ്ചാബില് ആവശ്യത്തിനധികം കറണ്ട് ഉണ്ട്. നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാണ്. കാരണം ജാർഖണ്ഡില് പഞ്ചാബിന് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോൾ മൈൻ ഉണ്ട്. വർഷങ്ങളായിട്ട് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് ഓപ്പൺ ചെയ്തു. ദാ ഇപ്പൊ പാഡി സീസൺ വരാനായി. ഈ നാളെ മറ്റന്നാൾ തൊട്ട് തുടങ്ങും. 54 ദിവസത്തിനുള്ള ഉമ്മിക്കരി ഇപ്പൊ എൻ്റെ അടുത്തുണ്ട്. ഇത്രയും കാലം തെർമൽ പ്ലാന്റ് ആവശ്യമുള്ള ഉമ്മിക്കരി അവരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. നമുക്ക് ന്യൂസ് മാത്രം കാണാൻ പറ്റും. 5 മണിക്കൂർ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നു, 4 മണിക്കൂർ സേവ് ചെയ്യുന്നു. സാർ, ഇതൊക്കെ ചെയ്യാൻ ആദ്യം നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം. അത് ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു സ്റ്റാർ ആയിരുന്നതുകൊണ്ട് താങ്കൾക്ക് കയ്യടിയൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നാൽ വിമർശിക്കുകയും ചെയ്യുമല്ലോ. നിങ്ങൾ എന്നാണോ സിസ്റ്റം മാറ്റണം എന്നുള്ള ഒരു ടോക്ക് കൊണ്ടുവരുന്നത്, അതായത് ഒരു കോമൺ ഡിസ്കഷനായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുമല്ലോ, അതായത് ലാഭങ്ങൾ, അതൊക്കെ ബൗൺസ് ബാക്ക് ആകും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അതൊന്നും പറ്റില്ല എന്നൊക്കെ നിങ്ങളെ ചീത്ത പറയാൻ തുടങ്ങും സാർ. അവര് നന്നായിട്ട് നാണവും കെടുത്തും. പഴയ കാര്യങ്ങളൊക്കെ പറയും, അത് ഇതെന്നൊക്കെ. ഉദ്ദേശം വേറെ ഒന്നുമില്ല, ഇവൻ മിണ്ടാതിരിക്കണം, നമ്മൾ ലൈം ലൈറ്റിൽ വരണം എന്നും. ഈ സിസ്റ്റം തന്നെ എങ്ങനെയാ? ആദ്യമായിട്ട് വന്ന ട്രെയിൻ, പിന്നെ ആദ്യമായിട്ടുണ്ടായ ഫ്ലൈറ്റ് തമ്മിലുള്ള മത്സരം പോലെയത്. അതെങ്ങനെ ആകാശത്ത് പറക്കുന്നതെന്നൊക്കെ. അതെങ്ങനെ ട്രാക്കിലേക്കൂടെ പോകുന്നേ? നമ്മളെ 2 കാലുണ്ടല്ലോ നടക്കുന്നേ. ഇപ്പൊ ഇത്രമാത്രം സംസാരിക്കുന്നില്ലേ? ഇവരുടെ വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിന്നാ ടിക്കറ്റ് വാങ്ങുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉണ്ടാവാറ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപമാനവും നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കണം. അണ്ണാ സാർ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രത്തിൽ ഇതൊക്കെ വളരെ പതിവാണെന്ന്. ഇവിടെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യില്ല. ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റോറി പറയാം. ഒരു നാട്ടിലൊരാളുണ്ടായിരുന്നു. എന്തെടുത്താലും കുറ്റം മാത്രമേ പറയുള്ളൂ. എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതിയാ. തൊട്ടനും പിടിച്ചനും കംപ്ലൈന്റാ. അവന്റെ ഫ്രണ്ട്സ് അവനെക്കുറിച്ച് വളരെ അപ്സെറ്റ് ആയിരുന്നു. തൊട്ടനും പിടിച്ചനൊക്കെ ഇവന് നെഗറ്റീവ് അടിക്കണമെന്ന്. അവർക്കൊരു നായിനെ കിട്ടിയിരുന്നു. അതായത് ഫ്രണ്ട്സിന്. ആ നായ ഉണ്ടല്ലോ, വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നടക്കും. വളരെ കാഷ്വലായിട്ടാണ് നടക്കുന്നത്. അപ്പം അവരിറങ്ങി, ഇനി ഇത് കണ്ടിട്ട് അവൻ എന്ത് കുറ്റാ പറയുന്നതെന്ന് കാണണം. അവനെ വിളിച്ചു. അവൻ വന്നു, കാണാൻ പറഞ്ഞു. അവർ ഈ നായിനെ ഒരു അറ്റത്തുനിന്ന് വിട്ടു, സ്വിമ്മിംഗ് പൂളിൽ നിന്ന്. ആ ഡോഗ് അങ്ങനെ നടന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അപ്പുറത്തെ ഭാഗത്ത് ചെന്ന് ഓടിപ്പോയി. അവർ ചോദിച്ചു, ഇനി ഇതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പം അവൻ പറഞ്ഞു, കറക്റ്റാ, നായിന് നീന്താൻ അറിയില്ലല്ലോ എന്ന്. ഇവരൊക്കെ ഈ കാറ്റഗറിയാ. അവനവന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അരവിന്ദ് കെജ്രിവാളിന് കുറ്റം പറയും, എന്നെ കുറ്റം പറഞ്ഞു. കുറ്റം പറഞ്ഞോളൂ, പട്ടിയാകുമ്പോൾ ചിലപ്പോൾ കുരച്ചെന്നൊക്കെ ഉണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്താൽ ഞങ്ങൾ ജോലി നോക്കി പോകും. ഒരു പ്രാവശ്യം ഒരു മനോഹരമായ കവിത താങ്കൾ പറഞ്ഞു, ചർച്ചകൾ നടക്കുന്നു. അതെ, സംസാരിക്കാൻ തുടങ്ങിയെന്ന്. സംസാരിക്കാൻ തുടങ്ങി. 56 ഇഞ്ച് മാർബ് കാണിച്ചതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി. ഇന്ത്യ ഡിജിറ്റൽ ആക്കിയതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നതിന് ശേഷം ഇപ്പൊ ആ സംസാരമൊക്കെ എവിടെ പോയി? ഇനിയിപ്പോ അവരെന്ത് ചെയ്യും? കാരണം സംസാരിക്കാൻ ടോപ്പിക് ഉണ്ടായിട്ട് വേണ്ടേ? ഹൃദയത്തിന് ശബ്ദം. മോഡിയുടെ ഹൃദയത്തിന്റെ ശബ്ദം ജനങ്ങൾ 2 തവണ കേട്ടതാണ്. അദ്ദേഹത്തിന് PM ആക്കിയില്ലേ? ജനങ്ങളുടെ അഭിപ്രായം കേൾക്കൂ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് പറയരുത്. ജനങ്ങളുടെ അഭിപ്രായം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലിണ്ടർ ഇപ്പൊ കോസ്റ്റ്ലി ആണ്. സിലിണ്ടറിന്റെ വില കൂടി, ജോലി സാധ്യതകൾ കുറവായി. പക്ഷെ ഇവിടെയാണെങ്കിലോ എല്ലാം നല്ല സെയിൽസാ. ട്രെയിന്, എണ്ണ, നെയ്യ് എന്നൊക്കെ ഒരുപാട്. മാൻ സാർ, താങ്കൾക്ക് എപ്പോഴെല്ലാം സന്ദർഭം ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം താങ്കൾ വളരെ കൗശലമായിട്ടാണ് സംസാരിക്കുന്നത്. സ്പീക്കറിന്റെ ചേംബറിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ താങ്കൾ കാടിന്റെ നിയമാവലി എടുത്ത് പറയാൻ തുടങ്ങിയെന്ന് കേട്ടു. നിങ്ങൾ കാര്യങ്ങൾ തലതിരിഞ്ഞു നോക്കരുത്. ചില കാര്യങ്ങൾ നേരിട്ട് നിന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ സെഷനിൽ ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ സാർ പറഞ്ഞിരുന്നു, ഭഗവാൻ, അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക, ഒന്നും ശരിയല്ല എന്ന്. നീ ഒന്ന് ശരിയാക്ക്. ലാഫ്റ്റർ ഇസ് ദി ബെസ്റ്റ് മെഡിസിൻ. കുറച്ച് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്. അത് നിങ്ങളോട് ഞാൻ ഇപ്പൊ പറയാ. അപ്പൊ നിങ്ങളുടെ ടെൻഷനും കുറഞ്ഞു കിട്ടും. ഇലക്ഷൻ കമ്മീഷൻ എന്നാണോ കാട്ടിലെ ഇലക്ഷനെ കുറിച്ച് അവതരിപ്പിച്ചത്, ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ കാടിന്റെ ഇലക്ഷനെ കുറിച്ച് അവതരിപ്പിച്ചത്, അടുത്ത സെക്കൻഡ് തന്നെ എല്ലാ മൃഗങ്ങളും പ്രചരണം തുടങ്ങി. സിംഹം ആടിന്റെ വീട്ടിലേക്ക് ചെന്ന് എന്നിട്ട് പറയൂ, പെങ്ങളെ നമസ്കാരം. സിംഹം ചോദിച്ചു, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ആട് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ വലിയൊരു സംശയമുണ്ടെന്ന്. കാരണം സിംഹം തന്നെ ഇവിടെ കൈകൂപ്പി നിൽക്കല്ലേ. അപ്പൊ സിംഹം പറയാ, പെങ്ങളെ,
എന്നെ വിഷമിപ്പിക്കരുത്. ഇനി ഈ കാട്ടിൽ നമ്മളെല്ലാരും സന്തോഷത്തോടെ ജീവിക്കും. ഈ സിംഹമംഗൾ ആരും ഒന്നും ചെയ്യില്ലെന്ന് എല്ലാരോടും പറഞ്ഞേക്ക്. ഇനി നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങൾക്ക് ഈ കാട്ടിൽ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷേ വരുന്ന ഈ ഇലക്ഷന് നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അടുത്തത് നോക്കൂ. ഇപ്പൊ അടുത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാ, ജംബൽ കാട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ അതിൽ കാണാൻ പറ്റും. പൂച്ചകളൊക്കെ അവിടെയുള്ള എലികൾക്ക് കമ്പിളി കൊടുത്തു. കാടിലെ കുറച്ചു ഭാഗം നിനക്കാണെന്ന് നരിയോടും പറഞ്ഞു. കേട്ടല്ലോ, പകുതി കാട് നിനക്കാണെന്ന് കുള്ള നരിയോട് പറഞ്ഞു. രാവിലെ ഇരുട്ടായിരിക്കുന്നു വവ്വാലോടും പറഞ്ഞു. എലി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലാന്ന് എലികൾക്കും വാക്കു കൊടുത്തു. കാരണം എലിയുടെ പ്രശ്നം പരുന്ത് വന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടു പോവല്ലോ. ഇനി പരുന്തിന്റെ ശല്യം ഉണ്ടാവില്ലാന്ന് എലികളോട് സത്യം ചെയ്തു. ഒരുപാട് എലികൾ തരാന്ന് പരുന്തിനോട് സത്യം ചെയ്തു. പ്രചാരണമൊക്കെ കഴിഞ്ഞ് സിംഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. പെൺസിംഹത്തിന് ഒരുപാട് സന്തോഷമായി, കാരണം ആൺസിംഹം വീട്ടിലേക്ക് വന്നല്ലോ. പെൺസിംഹം സ്വാഗതം ചെയ്യാം, മൈ ഡാർലിംഗ്, മൈ ഹസ്ബൻഡ് എന്നൊക്കെ. എന്നിട്ട് ആൺസിംഹത്തോട് പറഞ്ഞു, എനിക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റി കാണണം, പിന്നെ ഒരു മുയലിനെ കഴിക്കണം എന്ന്. സിംഹം പറഞ്ഞ, മൈ ഡിയർ ഡാർലിംഗ്, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, നീ ഒന്നല്ല 100 മുയലിനെ വേണമെങ്കിൽ കഴിച്ചോ, പക്ഷെ ഈ ഇലക്ഷൻ ഒന്ന് തീർന്നോട്ടെ എന്ന് പ്ലീസ് എന്നൊക്കെ. ഞാനിവിടെ മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ആദ്യം പബ്ലിക്കിന് വാക്ക് കൊടുക്കുന്നു, പിന്നെ അടുത്ത 5 വർഷം അവരൊരു മുയലിനെ പോലെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ പബ്ലിക്കിന് നല്ല ന്യൂസൻസ് ആയിരിക്കും. ഈ ടാക്സ് ഇട്, ആ ടാക്സ് ഇട്, ഇതൊക്കെ എന്തിനാ പബ്ലിക്കിന്റെ മേലെ ഇടുന്നേ? ഈ സ്ഥലത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, രാഷ്ട്രീയക്കാർക്ക് കറണ്ട് ഫ്രീ ആണെങ്കിൽ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ടോൾ ഗേറ്റ് ഫ്രീ ആണെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് ജനങ്ങൾക്ക് ആയിക്കൂടാ? പബ്ലിക്കല്ലേ നിങ്ങളെ സെലക്ട് ചെയ്തത്. ഇതൊക്കെ പബ്ലിക്കിന്റെ സ്വത്തല്ലേ? ഇതാണ് നിങ്ങളുടെ മേലുള്ള കുറ്റാരോപണം. നിങ്ങൾ ആര് പറയുന്നതും അരവിന്ദ് കേൾക്കുന്നില്ല. കെജ്രിവാളാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ നേതാവ്. അദ്ദേഹം ഡൽഹിയിൽ തുടങ്ങിയത്, അതായത് ലേഡീസിനൊക്കെ ബസ്സിൽ ഫ്രീ ആണെന്ന്, ട്രീറ്റ്മെന്റ് ഫ്രീ, എഡ്യൂക്കേഷൻ ഫ്രീ. പക്ഷെ ഇവരെ കണ്ടോ, അതായത് ഓപ്പോസിഷൻ പാർട്ടി, അവര് പറയാണ് ദേ ഈ കെജ്രിവാൾ ഉണ്ടല്ലോ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുവാണെന്ന്, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാണെന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? 300 യൂണിറ്റ് കറണ്ട്, ഇത് കൂടാതെ കുറച്ച് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ്, പിന്നെ ബസ് യാത്ര, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? എന്താ ഇതൊക്കെ ഫ്രീ ആയിട്ട് തന്നെയല്ലേ തരുന്നത്? പിന്നെ ഓരോ വീട്ടിലും 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ എന്താണാവോ എന്തോ. അത് വേണ്ട, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട. ഞാനൊന്നും ഒരു മടിയില്ലാതെ പാർലമെന്റിൽ ഓപ്പൺ ആയിട്ട് ഇതൊക്കെ ചോദിക്കും. ഇനി പറയൂ മോഡി സാറേ, എപ്പോഴാ നമുക്ക് നല്ല കാലം ഉണ്ടാവുന്നതെന്ന്? ശരി, ഇവിടെ ചിലർ ചോദ്യം ചോദിക്കാൻ വേണ്ടി കാത്തിരിപ്പുണ്ട്. സാർ, ഞാൻ നിങ്ങളോടൊരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഫോറിനിൽ പോയിക്കൊണ്ടിരിക്കുക. അതിൽ എയർലൈൻ ഫോറിൻ എയർലൈൻ, അതിലിരിക്കുന്നവരും ഫോറിനേഴ്സ്. അതിൽ എയർ ഹോസ്റ്റസിനോട് നിങ്ങളുടെ ലാംഗ്വേജ് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു. അതെന്താണ് സാർ സംഭവം, ഒന്ന് പറയാമോ? ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ നന്നായിരിക്കും. സെൽഫ് കോൺഫിഡൻസ് അതെന്താന്ന് വെച്ചാ, ഞാൻ ഒരു വിദേശത്തേക്ക് പോവാണ്. ന്യൂയോർക്ക് ഫ്ലൈറ്റ്, എയർ ഫ്രാൻസ് ഫ്ലൈറ്റ്, ഇവിടുന്ന് പാരീസിൽ നിന്ന് ന്യൂയോർക്ക്. പാരീസിൽ നിന്ന് ന്യൂയോർക്ക് പോകുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു ഫോറിനർ ആയിരുന്നു, ഈ ഭാഗത്ത് നൈജീരിയൻസ് ആയിരുന്നു, നടുക്കായിരുന്നു ഞാൻ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, 9 hours ഫ്ലൈറ്റിലായിരിക്കും. മാൻസാർ, 9 മണിക്കൂർ നീ സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും വട്ടാവും. 9 മണിക്കൂർ നമ്മൾ എന്ത് സംസാരിക്കാനാ? ശരി, എന്തെങ്കിലും ചെയ്യാം. എൻ്റെ കൂടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നില്ലേ എൻ്റെ കോ ആർട്ടിസ്റ്റ്, അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവായിരുന്നു. എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾക്കും എനിക്ക് ഒരു ബന്ധമില്ല, നിങ്ങൾ കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ ഫ്ലൈറ്റിലെ ബെല്ല് പ്രസ് ചെയ്തു. അപ്പോൾ എയർ ഹോസ്റ്റസ് ഒന്ന് മേ ഹെൽപ്പ് യു സാർ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ സ്റ്റൈലിൽ എൻ്റെ ഒരു ഓൺ ലാംഗ്വേജ് ഉണ്ടാക്കി കോൺഫിഡൻ്റ് ആയിട്ട് അടിച്ചു വിട്ടു. ഞാൻ ചോദിച്ചു, ഹലി ഇസ്കലല്ല ഹംകെ ഗുംകെ എസ്കലല്ല, ഹലി ഇസ്തലല്ലോ, ഹലി ഇസ്തല ഹംകെ ഹൽക്കെ ഹുംകെ ഇസ്കലല്ല. അപ്പോഴത്തേക്ക് ഹെയർ ഹോസ്റ്റസ് പാടൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഹെസ്തലല്ല ഹോസ്ത വസ്തുബില്ല ബൂസ്ത ഇസ്തലല്ലേ ഊവേ ബേബി ഇസ്തലല്ലേ ഊസ്തേ. എയർ ഹോസ്റ്റസ്, സോറി സർ, ഐ കാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് എന്നൊക്കെ. ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ് ദേഷ്യം കാണിച്ചു. ഇൻബിസ്റ്റുള്ള ലാംഗ്വേജ്, ഹിറാ ബിസ്താ ഹിരേ ബിസ്ബിസ്താരാ ഹിംബല ബിസ്തേ എയർ ഇന്ത്യ ലൂദ ബിസ്തേ ബിംബിസ്തേ ഇൻവ്രിസ്തേ എയർ ഫ്രാൻസേ ഊരാ ബിസ്തേ.
ഇപ്പൊ രജിത് സാർ, പുള്ളിക്കാരിക്ക് മനസ്സിലായി എയർലൈൻസിനെ കുറിച്ച് നല്ല തെറി പറയാണെന്ന്. ഞാനിടയ്ക്ക് ലുഫ്താൻസ എന്ന് പറഞ്ഞു പോയല്ലോ. അവൾ ഇറങ്ങി വെയിറ്റ്, എന്നിട്ട് ചെന്ന് പ്ലെയിന്റെ ക്യാപ്റ്റനെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ക്യാപ്റ്റന് വന്നു, ഓ യെസ് പ്ലീസ്, ലിംബിസ്ത ലാഗ്രിസ്ത ഓലലിസ്ത ഫ്ലാറ ഈറിവിസ്ത ലാക്രസ്ത ഉൺഫ്ലറിസ്ത ഫ്ലാറ. എന്നെ എന്നിട്ട് പ്ലീസ് കം വിത്ത് മീ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് എന്റെ വായിന്റെ അടുത്ത് മൈക്ക് വെച്ചിട്ട് എന്നെ ഫ്രണ്ടിൽ നിർത്തി. എന്നിട്ട് പറയാം സ്പീക്ക്. ഞാനവിടെ അഗർ ബിസ്താലാമ്പേ ബുർക്ക ബിസ്ക ബിസ്താലല്ല ഇംഗൾ ബിസ്കലോ ബളബസ്തി. പിന്നെന്താ, എന്റെ ആ ലാംഗ്വേജ് ഫ്ലൈറ്റ് ഫുള്ള് ഫേമസ് ആയി. ഇപ്പൊ അവൻ അത് ഇംഗ്ലീഷിൽ പറയാനും തുടങ്ങി. ഈ ലാംഗ്വേജ് ആർക്കെങ്കിലും ഇറങ്ങി ദൈവത്തെ ഓർത്ത് മുന്നോട്ടേക്ക് വരണം എന്ന്. ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിലല്ലേ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതൊക്കെ പെട്ട് തിരിച്ച് എന്നോട് തന്നെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ? ഞാനതിൽ ആ ഒറ്റ വേർഡ് മാത്രമേ കാച്ചുള്ളൂ, പ്ലിയോസ്തി. ഹെൻഡിൽ ഞാൻ അത് ഇട്ടോണ്ട് അവൻ എന്തോ വിചാരിച്ചു ഞാൻ എന്തിനോ വാശി പിടിക്കുകയാണെന്ന്. എന്നോട് ചോദിച്ചു വേർ ഇസ് യുവർ ലഗേജസ്. ഞാൻ പറഞ്ഞു കിസ്തേ കിസ്തേ. എന്നെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി. ഓ എനിക്ക് ഫസ്റ്റ് ക്ലാസ് എന്തൊരു സൗകര്യം അറിയോ. ആഹാ, പിന്നെ എനിക്ക് സേവകൾ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെന്താ, ഞാൻ എന്ത് ചോദിച്ചാലും 2 മിനിറ്റ് കൊണ്ട് എന്റെ സീറ്റിൽ തന്നെ എത്തും. പുറകിൽ നിന്ന് ഒരു എയറോസ്റ്റസ് വന്നിരുന്നു. എന്നിട്ട് എന്റെ കയ്യിലൊരു കവർ തന്നു. യുവർ കോ പാസഞ്ചർ സെൻഡ് ഫോർ യു. അതിൽ പഞ്ചാബിയിൽ എഴുതിയിരുന്നു, എടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ എത്തിക്കുന്നു. ഞാൻ ആരാ മോൻ? അതേ പേപ്പറിൽ പുറകിൽ ഞാൻ എഴുതി, വെരി സോറി, ഇതെന്റെ ഹാർഡ് വർക്ക് കാരണം കിട്ടിയ സീറ്റാണെന്ന്. അതിനുശേഷം എന്നെ ക്രോസ് ചെയ്ത് പോകുന്ന ഓരോ എയർ ഹോസ്റ്റസും ചോദിക്കും, ആർ യു ഓക്കെ സർ? അപ്പൊ ഞാൻ പറയും ഹേബിലി ഓസ്തി ഹേബിലി ഓസ്തി എന്ന്. ഇതായിരുന്നു സംഭവം. ഒരു മനുഷ്യന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവൻ എത്രത്തോളം പോകുമെന്ന് താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ബ്രേക്കിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ പഞ്ചാബീസ് ആണെന്ന് പറയുമ്പോൾ അഭിമാനിക്കണം, അല്ലാതെ നാണം കെടുകയല്ല വേണ്ടത്. നമ്മുടെ നാട് മോതിരാണെങ്കിലേ ആ മോതിരത്തിലുള്ള കല്ലില്ലേ, ആ മുത്ത്, അതാണ് പഞ്ചാബി. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവത് മാൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വ്യക്തിയാണ്. താങ്കൾ രാഷ്ട്രീയത്തിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളുടെ പഞ്ചാബിലുള്ള രാഷ്ട്രീയക്കാർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 122 MLA മാരും മന്ത്രിമാരും ഫോർമർ MLA യും ഫോർമർ മന്ത്രിമാരും അവരുടെ സെക്യൂരിറ്റി എന്തിനാണ് വിഡ്രോ ചെയ്തേ? സർ, നമ്മുടെ ഈ സെക്യൂരിറ്റി ഗാർഡിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവർക്കൊന്നും ഒരു സെക്യൂരിറ്റി പണിയും കൊടുക്കാറില്ല. നമ്മുടെ പഞ്ചാബിൽ എത്രമാത്രം സെക്യൂരിറ്റി ഗാർഡ്സ് ആണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരുപാട് പേര് മറങ്ങിരിക്കുക. ഞങ്ങളും പിടിക്കാനുള്ള വകുപ്പൊക്കെ എടുത്തോണ്ടിരിക്കുക. എന്ത് പറയാനാ, അവരുടെ വീട്ടിലെ പശുവിനൊക്കെയാണ് സെക്യൂരിറ്റി. ഇവരുടെ വീട്ടിലെ കോഴികളെ അവർ വളർത്തുന്നു. അവിടെ ഗാർഡായിട്ട് അപ്പോയിന്റ് ചെയ്ത ആളെ വീട്ടു ജോലി ചെയ്യിക്കുന്നു, പിള്ളേരെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു. ഇവർക്കൊക്കെ എന്തിനാ ഇത്രമാത്രം സെക്യൂരിറ്റീസ്? എന്തിനാ പേടിക്കുന്നേ? അവരെ താങ്കൾ റിസ്കിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന്. പക്ഷേ താങ്കളും താങ്കളുടെ കുടുംബത്തിനും 1000 ഓഫീസർമാരെയും മിലിറ്ററിക്കാരെയും സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണെന്നാ ശരി, പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റൊക്കെ ഒന്ന് തരാൻ പറയൂ പ്ലീസ്. ഇവരെന്തൊക്കെയാ ഈ സംസാരിക്കുന്നേ? പ്രോട്ടോകോളിലുള്ള ആൾക്കാരുണ്ടാകും, എനിക്കറിയില്ല. ഇതാ നോക്കൂ, സിദ്ധു മൂസേവാലയെ കൊന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയുടെ എണ്ണം താങ്കൾ കുറച്ചതുകൊണ്ടാണെന്ന് പറയുന്നു. എന്നാണോ അദ്ദേഹത്തിന് ആ ഇൻസിഡന്റ് സംഭവിച്ചത്? അന്ന് അദ്ദേഹത്തിന്റെ വീട്ടില് 2 ഗൺമാൻ ഉണ്ടായിരുന്നു. ആരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു ബുള്ളറ്റ് പ്രൂഫ് കാർ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് കൊണ്ടുപോയില്ല? കാരണങ്ങൾ അത് മാത്രമല്ല. അതെ, അദ്ദേഹം ഇല്ലാതായത് നമുക്കൊക്കെ വിഷമമുള്ള കാര്യം തന്നെയാ, പക്ഷേ അത് ശരിക്കും വേദനയുള്ള കാര്യം തന്നെയാ. അദ്ദേഹത്തിന്റെ വലിയ 29 ഗാങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും നമ്മൾ പിടിച്ചു. 3 പേരെ എൻകൗണ്ടറിൽ തട്ടിക്കളഞ്ഞു. പിന്നെ ഏകദേശം 3000 പേജോളം ഞങ്ങൾ ചലാണും കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തു. പിന്നെ എന്ത് പറയാനാ, ഞങ്ങള് വലിയ മാഫിയൊന്നുമല്ല, ഗാങ്സ്റ്ററോ അങ്ങനെ റൗഡീസം കാണിക്കാനോ അതിനൊന്നും ഞങ്ങൾക്ക് ഒരു സമയമില്ല. ഞങ്ങൾ എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെയാണ്.
ഓക്കെ ശരി, ഇപ്പൊ ഒരുപാട് പേര് പിടിയിലായില്ലേ? അവരെയൊക്കെ ഇങ്ങനെ വളർത്ത് വലുതാക്കിയതാരാ? വേറൊരു പാർട്ടിയാ വളർത്തിരിക്കുന്നത്. ഇവരൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇന്റർകണക്റ്റഡാ. ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ പഞ്ചാബിൽ നിർത്തിക്കളഞ്ഞു. മാഫിയ എന്ന് പറഞ്ഞ സംഭവമില്ല. സാൻഡ് മാഫിയ, ലാൻഡ് മാഫിയ, ട്രാൻസ്പോർട്ട് മാഫിയ, ഈ വക ഒന്നും ഇപ്പൊ ഇല്ല. അത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ഇവര് ഒച്ചവെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അനാവശ്യമായിട്ട് ഒരു പൈസ പോലെ എക്സ്ട്രാ സമ്പാദിച്ചിട്ടില്ല. പിന്നെ പഞ്ചാബില് എന്റെ മുമ്പില് ഒരുത്തിന് 1 രൂപ മോഷ്ടിച്ചാൽ പോലും എന്റെ അടുത്ത് ആ ഒപ്പിടേണ്ട പെണ്ണുണ്ടെങ്കിൽ ഞാൻ ഓരോ രൂപയും വീതം അവൻ്റെ അടുത്തുനിന്ന് വലിച്ചെടുത്തേനെ. ഞങ്ങളുടെ പഞ്ചാബിലൊരു റൂളുണ്ട്. നിങ്ങൾ MLA ആയതിനു ശേഷം നിങ്ങൾക്കൊരു ഫിക്സഡ് സാലറി ഒന്ന് കിട്ടും. 85,000 പ്ലസ് വേറെ കുറച്ച് ഇൻസെൻറ്റീവ്സ് ഒക്കെ. ഒരുപക്ഷെ നിങ്ങൾ MLA ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് 70 മുതൽ 75,000 രൂപ വരെ പെൻഷൻ കിട്ടും. അടുത്ത തവണ നിങ്ങൾ MLA ആയാൽ ആ യൂഷ്വലായിട്ടുള്ള ഫിക്സഡ് സാലറി കിട്ടും. പിന്നെ നിങ്ങൾ 4 തവണ തുടർച്ചയായിട്ട് MLA ആയാൽ 5ാം തവണ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാതെ നിങ്ങൾ പൊട്ടിപ്പോയാൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4 പെൻഷനാണ്. ഒന്ന് കൂട്ടി നോക്കിക്ക് 70 എന്നൊക്കെ 2,80,000 റുപ്യോളം വരും. നിങ്ങൾ എത്ര തവണ MLA ആകുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പെൻഷൻ കൂടിക്കൊണ്ടിരിക്കും. ചിലവർക്കൊക്കെ തോറ്റാലും വലിയ ലാഭാണെന്നേ. ജയിക്കുകയാണെങ്കിൽ 85,000, തോറ്റാ 3 ലക്ഷമല്ലേ കിട്ടുന്നേ. സത്യം പറഞ്ഞാൽ എന്തോ ഒരു തരികട എനിക്ക് തോന്നി. നിങ്ങൾ ആ കസാലയിൽ 2 ദിവസം ഇരുന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന അതേ സാലറിയാ. ഞാൻ അതാ ആദ്യം നിർത്തി. ഒരു ലെജിസ്ലേറ്റർ, ഒരു പെൻഷൻ. ഇത് കൂടാതെ 1 രൂപ പോലും പെൻഷനായിട്ട് കിട്ടില്ല. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതായത് ഈ വലിയ വലിയ ആൾക്കാർക്ക് ഇഷ്ടംപോലെ വാങ്ങിച്ചു കളയും. ഇത് വാങ്ങിച്ചോ അത് വാങ്ങിച്ചോ. അവരോടൊക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നീ എന്ത് വേണമെങ്കിൽ വാങ്ങിച്ച് സേവ് ചെയ്തോ. പണമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചോ. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ശ്മശാനത്തിൽ അവസാനം മരിച്ചിട്ട് പോകുമ്പോൾ തുണി പോലും ഉണ്ടാവില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാമത്തിൽ പശുവിടെ വാലും പിടിച്ച് ഓടിയ ചെറുക്കനായിരുന്നു ഞാൻ. അങ്ങനെ സ്വിമ്മിങ് പഠിച്ചത് സത്യമായിട്ടും. കാരണം എരുമകളുടെ വാല് പിടിച്ചിട്ട് ഏതെങ്കിലും കുളത്തിലിറങ്ങും. ഇപ്പോഴും ഞാൻ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. കാരണം എൻ്റെ അമ്മ അവിടെ തന്നെയാണുള്ളത്. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോകും. അതുമാത്രമല്ല, എൻ്റെ അമ്മയുണ്ടല്ലോ, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയത്. അമ്മേനെ ഇന്റർവ്യൂ എടുക്കാൻ ഒരുപാട് പ്രസന്ന ആൾക്കാർ വന്നായിരുന്നു. പിന്നെ നാട്ടുകാരും ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എടുക്കാൻ വന്ന ആള് പുറകത്തെ ചുമര കണ്ട് ചോദിച്ചു, നിങ്ങളൊരു CMന്റെ അമ്മയല്ലേ? എന്നിട്ട് ഈ ചുമരൊന്ന് നോക്കിയേ, ഇതൊന്ന് ശരിയാക്കിക്കൂടെ? അതിനെൻ്റെ അമ്മ പറഞ്ഞു, നിനക്ക് നിലത്ത് വീടെടുക്കണോ? നീ കെട്ടിക്കോ, ഓക്കെ. ഇവിടെ ഒരു ആണി ഉണ്ടാവരുത്. ആർക്കറിയാം ഏതു കൊല്ല ഈ വീടൊക്കെ കെട്ടിയത്, എന്തിനെ കൊണ്ടാ കെട്ടിയത് വല്ലതും അറിയോ? ആ ഒരു വീടാണ് ഇന്ന് അവനെ ഇത്രയും വലിയ ആളാക്കി മാറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചുമരൊരിക്കലും ഹാമർ കൊണ്ട് അടിക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞങ്ങളൊക്കെ ഒരു ദിവസം 2 നേരം പ്രാർത്ഥിക്കുന്ന ആൾക്കാരാ. കാറിന്റെ അടിയിൽ ഒരു പക്ഷി വന്ന് പെട്ടാ പോലും എന്നിട്ട് അവിടുന്ന് മരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ 2 മിനിറ്റ് മൗനപ്രാർത്ഥന അതുകൊണ്ടാണ് ചെയ്യും. പല ലീഡേഴ്സും പറയുന്നത്, അതായത് എരുമയുടെ വാലിൽ പിടിച്ചുകൊണ്ട് നീന്തൽ പഠിച്ച ഒരു വ്യക്തി അയാൾ മുഖ്യമന്ത്രിയായാൽ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കുമെന്ന്. കാരണം പത്രക്കാർ ചോദിക്കും, CM കസേലയിൽ ഇരുന്നാൽ പിന്നെ ചെറിയ ചെറിയ ചോദ്യത്തിനും കൺഫ്യൂസ് ആയി പോകുന്നേ. പക്ഷെ സാർ എങ്ങനെ നോർമലായിട്ട് നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ അതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ബാക്കിയുള്ളവരൊക്കെ ഈ ചെയറിൽ വന്നിരുന്ന് ഫേമസ് ആവുന്ന ആൾക്കാരാ. ഞാൻ ഫേമസ് ആയിട്ടാണ് ഈ കസേലയിൽ ഇരിക്കുന്നത്. ഞാൻ പ്രശസ്തതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് 17 വയസ്സായിരുന്നു. I was just 17 when I became a big star. 17 വയസ്സ്. അപ്പൊ +2 ഗ്രേഡിലായിരുന്നു പഠിച്ചത്. പൈസയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ആഡംബരത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. അവർ പറയുന്നത് സ്റ്റേജ് നടത്തുന്നത് പോലെയല്ല സ്റ്റേറ്റിനെ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന്. ഞാൻ സ്റ്റേറ്റ് നടത്തുന്നു, അവർ സ്റ്റേജൊക്കെ നടത്തുന്നു. സ്റ്റേജിൽ നിന്ന് എന്ത് വേണമെങ്കിൽ വിളിച്ചു പോകാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. 29,282 ജനങ്ങൾക്ക് ഞാൻ ഗവൺമെന്റ് ജോബ് കൊടുത്തിട്ടുണ്ട്. 582 ആം ആദ്മി ക്ലിനിക് ഓപ്പൺ ആയിട്ടുണ്ട്. 80 ഇനിയും ഉണ്ടാവും. സ്കൂൾ ഓഫ് ഫെമിനിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 15 ഓഗസ്റ്റിന് ഒരുപാട് സ്കൂൾസ് ഉദ്ഘാടനം ചെയ്യും. അത് മാത്രമല്ല, കറണ്ട് 88% എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് തരുന്നത്. ഇവിടെ പഞ്ചാബിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എണീറ്റ് പറയാം. എന്തിന്? പഞ്ചാബ് ഇവിടുന്ന് 200 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. നിങ്ങൾ ക്യാമറ അയക്കൂ, എന്നിട്ട് നേരിട്ട് എന്നെ കണ്ട് മനസ്സിലാക്കും. ക്യാമറ എങ്ങോട്ട് കാണിച്ചാലും താങ്കളുടെ പോസ്റ്ററും ഫോട്ടോയും മാത്രമേ ഉള്ളൂ. ഏത് പ്രവൃത്തി നടന്നാലും അവിടെ ആദ്യം താങ്കളുടെ ഫോട്ടോ എത്തുന്നു. നിങ്ങൾ വല്ലപ്പോഴും ജനങ്ങളുടെ മനസ്സ് നോക്കണം. അവിടെ എന്റെ ഫോട്ടോ തന്നെയാ ഉള്ളത്. പക്ഷെ ആ സ്ഥലത്തൊന്നും നിങ്ങളുടെ ക്യാമറ പോവില്ല. കൂട്ടത്തിൽ നിങ്ങൾ ഒരുപാട് മുഖങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു മുഖത്തിന് വേണ്ടി കൂട്ടം സാറ് കണ്ടിട്ടുണ്ടോ? ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇക്കാലത്ത് എത്ര സ്നേഹം എന്ന് വെച്ചാൽ, ഞാൻ പോകുന്ന വഴിയൊക്കെ എന്റെ കാറിൽ ഇങ്ങനെ പൂമാലകൾ ഇടുകയാണ്, പൂവഭിഷേകം ചെയ്യുന്നു. അതൊക്കെ മാറ്റിവെച്ചാൽ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്നേഹമാണ്.
അമ്മമാരൊക്കെ അവരുടെ കൈ എന്റെ ഈ തലയിൽ വെച്ചിട്ടാണ് എന്നെ അനുഗ്രഹിക്കാറ്. ഒരുപാട് സഹോദരികൾ വിശ്വസ് പറയാറുണ്ട്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ തോളത്ത് കൈയിട്ടിട്ട് സെൽഫി എടുക്കാറുണ്ട്. അതും ഈ കാലത്ത് ഒരു രാഷ്ട്രീയക്കാരനെ. ഞാൻ ഇതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയണം. അക്കാലത്ത് ഞാൻ എന്ത് പുണ്യാണോ ചെയ്തത്, ഇപ്പോ എനിക്കിങ്ങനെ സ്നേഹവും അനുഗ്രഹമൊക്കെ കിട്ടാൻ. കാരണം ബാക്കിയുള്ള പാർട്ടീസിനൊക്കെ നോക്കൂ, എത്ര പേരുണ്ട്. അവർക്കൊക്കെ ജനങ്ങൾ കൈ കൊടുത്തല്ലേ തിരിച്ച് കൈ നോക്കുമ്പോൾ എണ്ണി ഉറപ്പ് വരുത്താറുണ്ട്. കാരണം വിരല് പോലും അടിച്ചു മാറ്റും. അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ബാദൽ സാറിന്റെ ഫോട്ടോ വരുന്നുവോ അതുപോലെ അമീന്ദർ സിംഗിന്റെ ഫോട്ടോ വന്നാലും പണം വേസ്റ്റ് ആവുമെന്ന് നിങ്ങൾ ബഹളം വെക്കും. പക്ഷെ ഇപ്പോൾ നോക്കൂ, ക്ലിനിക്കിലേക്ക് പോയാലും താങ്കളുടെ ഫോട്ടോയാ അവിടെ ഉള്ളത്. സർ, ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാ, ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അത് പബ്ലിക് വരെ എത്തുന്നത് വളരെ നല്ലതാണ്. എല്ലാവരുടെ അടുത്തും വാട്സപ്പ് ഉണ്ടാവണമെന്നില്ല. നാട്ടിലുള്ള എല്ലാവർക്കും ഒരു സന്ദേശം കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മാൻ സാർ, താങ്കൾ പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ ഗുജറാത്തിലെ ഇലക്ഷനിൽ താങ്കളുടെ ഫോട്ടോ ഉണ്ടല്ലോ. കാണട്ടെ എന്ന്. ഗുജറാത്തിലെ ആൾക്കാർ പഞ്ചാബിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അവരുടെ ഗവൺമെന്റ് എടുത്ത് ചെന്ന് ചോദിക്കട്ടെ, ഞങ്ങൾക്കിത് വേണമെന്ന്. നല്ല കാര്യമല്ലേ അത്? താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, ബ്രെയിൻ ഡ്രെയിൻ ആകുന്നു, നമ്മുടെ യുവാക്കളെല്ലാം എങ്ങോട്ടോ പോകുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും. US പോകണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാനഡ പോണോ, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ല ചോദ്യം തന്നെ. നമ്മുടെ യൂത്ത്സ് ഉണ്ടല്ലോ, അവർ നമ്മുടെ ഇന്ത്യ വിട്ട് പോവുകയാണ്. തെറ്റ് അവരുടേതല്ല, സിസ്റ്റമിൻ്റെയാണ്. അവർ ഇവിടെ തന്നെ നിർത്തിക്കാനുള്ള വഴിയാണ് ഞാൻ നോക്കുന്നത്. അവർക്ക് ഇവിടെ തന്നെ ഡിഗ്രി കിട്ടണം, അതിനനുസരിച്ചുള്ള ജോലി അവർക്ക് ഇവിടെ തന്നെ കിട്ടണം. വേറെ എങ്ങോട്ടേക്ക് പോകരുത്. വിദേശത്തേക്ക് പോകുന്നത് അത്ര ഈസി അല്ല. നിങ്ങൾക്കത് നന്നായിട്ട് അറിയാം. 600-700 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ റിസ്കിലുള്ളത്. അവരുടെ തലയിൽ ശരിക്കും കത്തിയാണ്. എപ്പോഴാണ് ഡിപ്പോർട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഫേക്ക് പാസ്പോർട്ടിലാണ് പോയത് കാനഡയിലേക്ക്. അമ്മയുടെ സ്വർണവും താലിയൊക്കെ വിറ്റ് എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? അച്ഛന്റെ സ്ഥലം വിൽക്കുന്നു. കാരണം എന്താ? അവിടെ സിസ്റ്റം ഉണ്ട്, അവിടെ നല്ല ഡിസിപ്ലിൻ ഉണ്ട്. ഇവിടെ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ തന്നെ അവർക്ക് നല്ല ജോലി കിട്ടണം. ഫസ്റ്റൊക്കെ പഞ്ചാബിലും നല്ല നല്ല ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം അടച്ചുപൂട്ടിയിട്ട് പോയി. ഏതൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് വന്നാലും അവർ പഞ്ചാബിനെ കണ്ടിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എത്ര കിട്ടും? അവർ ഫാമിലി ആയിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാനാണ് വരുന്നത്. അത് കാരണം എത്ര പേർക്കാണ് ലാഭം നിങ്ങൾ നോക്കൂ. ടാറ്റ വരുന്നുണ്ട്, സെക്കൻഡ് ബിഗസ്റ്റ് ആഫ്റ്റർ ജംഷഡ്പൂർ, ലുധിയാനയിൽ. 1000 കണക്കിന് ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടും. JSW വന്നു, ഞങ്ങളുടെ അടുത്ത് വർദ്ധമാനുണ്ട്, ഓൾറെഡി ഹീറോ ഉണ്ട്, പിന്നെ ഗൂഗിളും വരാനുള്ള ഡിസ്കഷനിലാണ്, വണ്ടർല വരാനുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് വലിയ വലിയ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഡിസ്കഷനാണ് പഞ്ചാബിൽ വരാൻ വേണ്ടി. അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കും. കാരണം ഈ പഞ്ചാബ് ഉണ്ടല്ലോ, പഞ്ചാബ് ആദ്യം തൊട്ടേ ഇന്ത്യക്ക് ഒരു റോൾ മോഡലായിരുന്നു. ഇത് റോൾ മോഡലാണോ? ഡ്രഗ് മാഫിയ പഞ്ചാബിൽ ഓരോ മൂലയിലും ഉണ്ടല്ലോ. എവിടെ നോക്കിയാലും യുവാക്കൾ ഡ്രഗ്സ് ഉപയോഗിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇതിന്റെ പുറകിൽ വലിയൊരു കഥ തന്നെ ഉണ്ട്. കാരണം ഇത് ബോർഡർ സ്റ്റേറ്റാ. ആദ്യം നോക്കുകയാണെങ്കിൽ ഈ പഞ്ചാബ് ട്രാൻസിറ്റ് സ്റ്റേറ്റ് ആയിരുന്നു ഡ്രഗ്സിന് വേണ്ടി. അവിടെ ഡ്രഗ്സ് വരും, മുംബൈയിലേക്ക് പോകും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കൺസ്യൂമിങ് സ്റ്റേറ്റായിട്ട് മാറി. നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് ഇപ്പോൾ. ഇതൊക്കെ സത്യമാണ്. ഇതിനെന്താ കാരണം? ആർക്കും ജോലിയില്ല. അവർക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ അവർ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒരിക്കലും പോവില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് പഞ്ചാബ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ജോലി കൊടുക്കുന്നുണ്ട്. എത്ര പേരാണ് അങ്ങനെ ജോലി വാങ്ങിച്ചിട്ടുള്ളത്? അവർക്ക് ടൈം കൊടുക്കണം, ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അവരുടെ ശ്രദ്ധ ഒരിക്കലും ഡൈവേർട്ട് ആവരുത്. കാരണം അവരുടെ ശ്രദ്ധ ഡിസ്ട്രാക്ട് ആയാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ശരിയാക്കി എടുക്കണം. പഞ്ചാബിനെ വീണ്ടും പഞ്ചാബേക്ക് മാറ്റണം. അല്ലാതെ കാലിഫോർണിയ, ലണ്ടൻ, ന്യൂയോർക്കായിട്ട് മാറ്റണ്ട. ഇത് പഞ്ചാബാണ്, ഞങ്ങളുടെ ഗുരു ജനിച്ച സ്ഥലമാണ്. ഇതൊരു ത്യാഗഭൂമിയാണ്. വീണ്ടും പഴയ പഞ്ചാബായിട്ട് തിരിച്ചു വരണം. അത് പഞ്ചാബ് ശരിക്കും എന്താ പറയാന്ന് വെച്ചാ, നമ്മുടെ അണ്ടിമാകയിലുള്ള അണ്ടിയാണ് പഞ്ചാബ്. ഞാൻ പറഞ്ഞതുപോലെ നാട് ഒരു മോതിരാണെങ്കിൽ പഞ്ചാബ് അതിന്റെ മുത്താണ്. അതെന്നും പഞ്ചാബിനെ ആയിരിക്കണം. പക്ഷെ ഇപ്പൊ ആ മുത്തിന്റെ തിളക്കം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. പഞ്ചാബ് ഒരുപാട് തവണ തകർന്നിട്ടുണ്ട്. തകർന്നതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് സുർജിത് പാട്രേസ പറഞ്ഞിട്ടുണ്ട്, നീ എത്ര തവണ തകർന്നു വീണാലും ശരി, അന്തസ്സായിട്ട് എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും. എത്ര തവണ നീ തോറ്റാലും വലിയൊരു വിജയം നിന്നെ കാത്ത് എന്നും ഉണ്ടാവും. വളരെ മനോഹരമായി ഉത്തരം നൽകി. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ചോദ്യശരങ്ങൾ വീണ്ടും ചെയ്യും. ഭഗവാൻ മാൻ അതിനുള്ള ഉത്തരങ്ങൾ നൽകും. ਜਿੱਥੇ ਤੰਗ ਨਾ ਸਮਝਣ ਤੰਗੀਆਂ ਨੂੰ, ਜਿੱਥੇ ਵਾਲ ਤਰਸਦੇ
ਕੰਗੀਆਂ ਨੂੰ ਬਰਸੀ ਖੱਟਣ ਗਿਆ ਖੱਟ ਕੇ ਲਿਆਂਦਾ ਗੁਲਾਬ ਪੰਜਾਬ ਦੀ ਹਟੌਰ ਵੱਖਰੀ ਪੰਜਾਬੀਆਂ ਦੀ ਟੌਰ ਵੱਖਰੀ ਵਸਦਾ ਰਹੇ ਪੰਜਾਬ ਪੰਜਾਬੀਆਂ ਦੀ ਟੌਰ ਵੱਖਰੀ ਹੱਸਦਾ ਰਹੇ ਪੰਜਾਬ ਪੰਜਾਬੀਆਂ ਦੀ ਟੌਰ ਵੱਖਰੀ വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയോട് നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു പാവം മുഖ്യമന്ത്രിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നതാണ്. മാൻ സാർ, താങ്കൾ ഒരു കിങ് ഓഫ് കോമഡിയൻ ആയിരുന്നു. ജനങ്ങൾ കിങ് ഓഫ് പഞ്ചാബാക്കി. സിംഗ് ഇസ് കിങ്. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നത് ഈ കിങ് ഒരു പാവയാണെന്നാണ്. കേജ്രിവാൾ കീ കൊടുക്കുന്ന ഒരു പാവ. ആരാ പറഞ്ഞത്? രാഹുൽ ഗാന്ധി. അങ്ങനെയാണെങ്കിൽ പഞ്ചാബില് രാഹുൽ ഗാന്ധിന്റെ പാർട്ടി ആരാ നടത്തുന്നത്? രാഹുൽ ഗാന്ധി മോഹയിൽ ചേർന്ന ആളാണോ? ഫറീന്ദയിൽ ചേർന്ന ആളാണോ? ഇത് ഞങ്ങളുടെ നാഷണൽ പാർട്ടിയാ. ഞങ്ങളുടെ പാർട്ടിയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണോ ഉള്ളത്? അങ്ങനെയാകുമ്പോ അവിടെയല്ലേ തീരുമാനിക്കുന്നത്? അവിടെയല്ലേ എല്ലാരും വട്ടത്തിലിരുന്ന് ഡിസൈഡ് ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഭഗവന്ത് മാനെ ബഹുമാനിക്കുന്നു, വളരെയധികം റെസ്പെക്ട് കൊടുക്കുന്നു. റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കോൺഗ്രസ് നിരവണം നടത്തിയ തന്നെ മതി. അത് പിന്നെ നമ്മുടെ നാടിന്റെ, അതായത് കൺട്രിയുടെ ക്യാപിറ്റലിൽ തന്നെ, വൺ ഓഫ് ദി ബിഗസ്റ്റ് ഡെമോക്രസി ഇൻ ദി വേൾഡ്, ഇന്ത്യ, ആ നാടിന്റെ ക്യാപിറ്റലിൽ തന്നെ, അതായത് ആ നാടിന് ഏറ്റവും പഴമയുള്ള സ്ഥലം, നാഷണൽ പാർട്ടി കോൺഗ്രസ്. 2015 മുതൽ അവരുടെ കീഴിൽ എത്ര MLAs ഉണ്ട്? 0. എത്ര MPs ഉണ്ട്? 0. രാജ്യസഭയിൽ എത്ര പേരുണ്ട്? 0. ഈവൻ ഏത് ലൊക്കാലിറ്റിയിലാണോ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പിന്നെ അവരുടെ ആൾക്കാരൊക്കെ നിരന്ന് താമസിക്കുന്നില്ലേ? പിന്നെ BJP-ക്കാരും ഉണ്ട് കേട്ടോ. അവിടെ ആരാണ് MLA? അരവിന്ദ് കെജ്രിവാൾ. ന്യൂഡൽഹി വിധാൻ സഭ. എന്റെ പൊന്ന് രാഹുൽ ഗാന്ധി, ഒരു കാര്യം മനസ്സിലാക്കൂ. നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കുക്കും ഷെഫും എല്ലാരും ഞങ്ങൾക്ക് തന്നെയല്ലേ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന്റെ പാർട്ടി നന്നായിട്ട് നോക്കാൻ പറയൂ. ഈ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ, അതായത് എങ്ങനെയാ അത് പറയാ, ഒരു കടക്കാരനുണ്ടായിരുന്നു. അവൻ പറ്റിനെ കുറിച്ച് ആലോചിച്ച് പേടിച്ചു. കാരണം എല്ലാവരും പറ്റിനെ വാങ്ങിച്ചോണ്ട് പോകുന്നത്. സാധനം വാങ്ങാൻ വന്നാൽ തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവനൊരു ബോർഡ് അങ്ങിട്ടു. ആ കടക്കാരൻ കോൺഗ്രസിലുള്ള ഒരാളാ. അവനൊരു ബോർഡ് ഇട്ടു, രാഹുൽ ഗാന്ധി PM ആവുന്നവരെ ആർക്കും കടം കൊടുക്കില്ല എന്ന്. അപ്പൊ ജനങ്ങൾ ഒരേ കടം തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ എന്തിനാ പറയുന്നേ? അതുകൊണ്ട് അദ്ദേഹം ആദ്യം കോൺഗ്രസ് ഒന്ന് ശരിയാക്കട്ടെ. കാരണം കോൺഗ്രസിന്റെ ചായ്വ് ഒരു തവണ ഇങ്ങോട്ടാണെങ്കിൽ ഒരു തവണ അങ്ങോട്ടായിരിക്കും. ഞാൻ പാർലമെന്റിൽ തന്നെ പറഞ്ഞതാ. ഡൽഹിയിൽ ഒരു അമ്മ ആ കുട്ടീൻ്റെ അടുത്ത് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ സ്റ്റോറിയാണ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പണ്ട് കോൺഗ്രസിനൊരു പാർട്ടി ഉണ്ടായിരുന്നു, കഥ കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ് സ്റ്റോറി. താങ്കൾ പഞ്ചാബിൽ നിന്നും പൂർണ്ണമായിട്ടും കോൺഗ്രസിനെ ഇല്ലാതാക്കി. എന്നാലും നോക്കൂ, അകാലിദളുണ്ട്. അവിടെ സുബീർ ബാദൽ പറയുകയാണ്, നമ്മുടെ മുഖ്യമന്ത്രി പഞ്ചാബിൽ വളരെ കുറച്ചേ താമസിക്കുന്നുള്ളൂ, ഗുജറാത്തിലും ഡൽഹിയിലും ഹിമാചലിലുമാണ് കൂടുതലെന്നും. അത് പിന്നെ പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ സമയം ഓഫീസിലേക്ക് പോകുന്ന ഒരു CM ഞാനാണ്. പഞ്ചാബിൽ ഒരുപാട് തവണ നിങ്ങളുടെ ഇടയിൽ ചെല്ലുന്ന ഒരു CM നിങ്ങൾ തന്നെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കോളൂ. അതിലാദ്യം എൻ്റെ പേര് തന്നെ ആയിരിക്കും. 1.5 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഇതിനു മുമ്പ് എന്താ സംഭവിച്ചത്? ഈ വലിയ വലിയ വീട്ടിലുള്ള ആൾക്കാർ വീടിന് ചുറ്റും വലിയൊരു കോമ്പൗണ്ട് വാൾ അങ്ങ് കെട്ടും. ഇവരൊക്കെ CM ആയിട്ട് ആ വലിയ കോമ്പൗണ്ട് വാളിൻ്റെ ഗേറ്റ് അങ്ങ് അടച്ചിട്ട് പൂട്ടും. കാരണം എന്താ? പുറത്തുള്ള ജനങ്ങൾ അകത്തേക്ക് വന്ന് മീറ്റ് ചെയ്യരുതെന്നുള്ള ഉദ്ദേശം. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല, അത് നിങ്ങൾ തന്നെ പറഞ്ഞതാ. ഇപ്പോൾ ഒരുപാട് പേരെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കാതെ ഇപ്പം അവരുടെ വീടിൻ്റെ കതവൊക്കെ അടച്ച് കുറ്റിയിടുകയാണ്. അതുകൊണ്ട് സർ, ഈ സുഖ്വീർ ബാദൽ അവരെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വേസ്റ്റ് ഓഫ് ടൈം തന്നെയാണ്. സാർ, ഇവിടെ താങ്കളുടെ പാർട്ടിയിലുള്ള MLA-മാർ എന്താണ് പറയുന്നത് അതും നമുക്ക് നോക്കാം. ഏത് സമയത്ത് ഭഗവന്ത് മാൻ ആരെ എടുത്ത് കളയുമെന്ന് അറിയാൻ പറ്റില്ലെന്ന്. അതുപോലെ തന്നെ നമ്മൾ ആരും മന്ത്രിയാക്കെന്ന് പറയാൻ പറ്റില്ല. എന്താ മാറ്റർ അറിയോ? നല്ല കാര്യം തന്നെയാ, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? നല്ല തന്നെയാണ്, അവർക്കും മന്ത്രിയാക്കാൻ പറ്റുന്നുള്ള ചാൻസ് ഉണ്ടെന്നും അറിയട്ടെ.
അതുപോലെ തന്നെ തെറ്റായൊരു കാര്യം ചെയ്തു ഞാൻ അറിഞ്ഞാൽ അതിന്റെ എത്ര ക്ലോസ് ആയിട്ടുള്ള ആളാണെങ്കിൽ ശരി, ഞാൻ ഒന്നും നോക്കില്ല. അവനെ കിട്ടേണ്ട ശിക്ഷ എന്തായാലും കിട്ടിയിരിക്കും. ഈ കാര്യം എല്ലാവർക്കും അറിയാം. ദേ ഇപ്പൊ ഏകദേശം 1.25 വർഷമായി. ഞാൻ 1 രൂപയാണെങ്കിൽ പോലും 1 രൂപയായാലും സർക്കാരിന്റെ പൈസ ഞാൻ മോഷ്ടിച്ചൊന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ, അധികാരം ഉപയോഗിച്ച് 1 റുപ്യെങ്കിലും ഞാൻ അടിച്ചു മാറ്റി നിങ്ങൾക്ക് അറിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഞാൻ അന്ന് രാജിവെക്കും. ഇതിനേക്കാളും വലിയ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒരു നേതാവും തരില്ല. അത് പിന്നെ ഇത് പഞ്ചാബിന്റെ പാരമ്പര്യമല്ല. ബാദലിന്റെ കുടുംബമോ അമരേന്ദ്രന്റെ കുടുംബമോ തങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയും ഒന്നും ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അല്ല ശരിക്കും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം ഞങ്ങളുടെ അടുത്തുള്ള ഹെൽത്ത് മിനിസ്റ്റർ പൊക്കി, MLA പേരിൽ ഒരു കംപ്ലൈന്റ് ഒന്ന് ഞാൻ അയാളെ ടെർമിനേറ്റ് ചെയ്തു. ഇത് നോക്കൂ, ഞാൻ ഒരാളെ കറപ്ഷന് വേണ്ടി പിടിക്കുകയാണെങ്കിൽ അതിനി അതേ അവസ്ഥ എൻ്റെ വീട്ടിലുണ്ടായപ്പോലും അതും എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റൂ. എൻ്റെ വീട്ടിലുണ്ടല്ലോ മാച്ചില്, ഡെഫിനറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഞാൻ ക്ലീനും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നേ, എന്താ വെച്ചാ എൻ്റെ എയിം എന്താ വെച്ചാ ഒരു അജണ്ട മാത്രമാണ് ഇവിടെ. പബ്ലിക്കിന്റെ മണി അവൻ മിസ്യൂസ് ചെയ്യണമെങ്കിൽ അവനൊരു പാഠം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഞാനൊരു മന്ത്രിനെ പിടിച്ചിരുന്നു. ആ മന്ത്രി ശരിക്കും പറഞ്ഞ കോൺഗ്രസിലെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആയിരുന്നു അവൻ. അയാളുടെ വീട് ഫുള്ളും ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ വീട് ശരിക്കും ഒരു കൊട്ടാരായിരുന്നു. കാരണം ഫുൾ കറപ്ഷൻ അല്ലേ. വലിയ വലിയ ഡ്രോയിങ് റൂംസ്, വലിയ വലിയ മാർബിൾസ്, ഷാൻലിവർ, ഹൈ സീലിംഗ്, ഒന്ന് മാത്രം അവിടെ പിടികിട്ടി. അത് കണ്ടിട്ട് ഞാൻ ശരിക്കും ഒരുപാട് വിഷമിച്ചു. അപ്പോൾ ഭഗവത് സിംഗിന്റെ ഓർമ്മ ഉണ്ടായി. എന്താ ഇത് ഭഗവത് സിംഗ്, ഓ നോ, ഇതൊക്കെ കാണുന്നതിന് ലജ്ജയാവുന്നു. എന്താ അറിയോ, ആ വീട്ടില് നോട്ട് എണ്ണാനുള്ള മെഷീൻ കണ്ടെത്തി. ഒരു വീട്ടിൽ നിന്നാ കറൻസി കൗണ്ടിങ് മെഷീൻ. അതൊരു ബാങ്കിലുണ്ടാവട്ടെ. നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ ഉണ്ടോ? നമുക്കൊക്കെ നോട്ട് ഉണ്ടെങ്കിലേ മെഷീന്റെ ആവശ്യമുള്ളൂ. ഒരു മിനിസ്റ്ററിന്റെ വീട്ടിൽ എന്തിനാണ് നോട്ട് കൗണ്ടിങ് മെഷീൻ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ ഡെയിലി പണം വരുന്നുണ്ട്. വീട്ടിലെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ല, ഒരു മെഷീൻ വാങ്ങിച്ചിട്ടൂടെ എന്ന്. എന്റെ ചോദ്യം അതൊന്നുമല്ല. ഇത്രയും പണം എടുത്തിട്ട് നീ എങ്ങോട്ടേക്കാ പോകുന്നേ? ഇത്രയും വലിയ വീട് കെട്ടിട്ട് നീ കിടക്കുന്നത് ഇതാ 8-ന്റെ 8 അടി റൂമിലല്ലേ ഉള്ളത്, ഏകദേശം ജയില്. ഞാൻ ഈശ്വരനോട് ഒറ്റൊരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, ഞാൻ ഒരിക്കലും ഒരു തെറ്റായ തീരുമാനം എടുക്കരുതെന്ന്. ഞാൻ കാരണം ഒരു കുടുംബത്തിന് പോലും കഞ്ഞികൂടി മുട്ടരുത്. ന്യായമായ പൈസ എനിക്ക് കിട്ടിയാൽ മതി. അത് വെച്ചിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കും. അതേസമയം എന്റെ പഞ്ചാബും പണ്ടത്തെ പോലെ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കും. ഇതാണ് എന്റെ ഏറ്റവും വലിയ വിഷ് ലിസ്റ്റ്. ഫൈനൽ റൗണ്ടിൽ ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, നിങ്ങൾ നല്ലതുപോലെ പാടുമെന്ന് പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ സദസ്സിൽ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. സന്ദ്ര മുരാർജി വലിയൊരു കവി തന്നെയാണ്. പറ്റുമെങ്കിൽ ഞാൻ പാടി കാണിക്കാം. പക്ഷെ ഞാൻ പാടിയിട്ട് ഒരുപാട് ദിവസം എനിക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല. നിങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പാടാം. ਮਾਂ ਧਰਤੀਏ ਤੇਰੀ ਗੋਦ ਨੂੰ ਚੰਨ ਹੋਰ ਬਥੇਰੇ ਨੀ ਮਾਂ ਧਰਤੀਏ ਤੇਰੀ ਗੋਦ ਨੂੰ ਚੰਨ ਹੋਰ ਬਥੇਰੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਜਿੱਥੇ ਤੰਗ ਨਾ ਸਮਝਣ ਤੰਗੀਆਂ ਨੂੰ ਜਿੱਥੇ ਵਾਲ ਤਰਸਦੇ ਕੰਗੀਆਂ ਨੂੰ ਜਿੱਥੇ ਮਿਲਣ ਅੰਗੂਠੇ ਸੰਗੀਆਂ ਨੂੰ ਨੱਕ ਵਗਦੇ ਅੱਖਾਂ ਚੁੰਨੀਆਂ ਤੇ ਦੰਦ ਕਰੇੜੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਜਿੱਥੇ ਜੰਮਦਾ ਬੰਦਾ ਸੀਰੀਏ ਟਕਿਆਂ ਦੀ ਮੀਰੀ ਪੀਰੀਏ ਜਿੱਥੇ ਕਰਜੇ ਹੇਠ ਪੰਜੀਰੀਏ ਬਾਪੂ ਦੇ ਕਰਜ਼ ਦੇ ਸੂਦ ਪੁੱਤ ਜੰਮਦੇ ਜਿਹੜੇ ਧੀਆਂ ਹੌਂਕੇ ਭਰਦੀਆਂ ਅਸਮਾਨ ਜੁਡੇਰੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ ਕਮੀਆਂ ਦੇ ਵੇੜੇ ਤੂੰ ਮੰਗਦਾ ਰਹੀਂ ਵੇ ਸੂਰਜਾ കമ്മിയാ ദേ വേടേ. ആപ്കി അദാലത്തിൽ ഇന്ന് താങ്കളുടെ പല രൂപങ്ങൾ ഞങ്ങൾ കണ്ടു. കോമഡിയനായിട്ട് താങ്കളെ കണ്ടു, പൊളിറ്റീഷ്യനായിട്ട് താങ്കളെ കണ്ടു, ഇപ്പതാ സിംഗറായിട്ട് കണ്ടു, കവിയായിട്ട് കണ്ടിരുന്നു. പ്രധാനമായും പഞ്ചാബിന് വേണ്ടി ജീവൻ നൽകുന്ന ഒരു വ്യക്തിയാണെന്നും ഞങ്ങൾക്കറിയാം. താങ്ക് യു സാർ. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജി, പ്രസിദ്ധനായ സിംഗർ, പഞ്ചാബിലെ വലിയൊരു സ്റ്റാറായ ജസ്ബി ജസിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. ഈ ജനങ്ങൾ ഒരുപാട് തവണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ജീവനോടുണ്ടെങ്കിൽ വീണ്ടും കാണാം.
പക്ഷെ ഈ പഞ്ചാബി മനസ്സ് എന്താ പറയുന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ജീവനോട് ഉണ്ടാവുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്തിരിക്കുകയാണ്. പഞ്ചാബിലെ പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹത്തോട് സംസാരിച്ചു. പഞ്ചാബിലെ ഡ്രഗ്സിനെ പറ്റി, പഞ്ചാബിലെ സെക്യൂരിറ്റിയെക്കുറിച്ച്, അവിടെ നടക്കുന്ന ഗ്യാങ് വാറിനെ കുറിച്ച്, അതുമാത്രമല്ല ജീവിതത്തിൽ കോമഡിയനിൽ നിന്നും പൊളിറ്റീഷ്യനായിട്ട് എങ്ങനെ മാറി എന്നതിനെക്കുറിച്ചും ചോദിച്ചു. അതിന് ഭഗവന്ത് മാൻ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജി ജഡ്ജ്മെന്റ് പറയാൻ പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പഞ്ചാബിന് ഒരു നല്ല CM-നെ കിട്ടിയിരിക്കുകയാണ്. മനസ്സ് വളരെ സുതാര്യവും നന്മ നിറഞ്ഞതും അതേസമയം പഞ്ചാബിനെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒന്നുമാണ്. അതോടൊപ്പം പഞ്ചാബിന് വേണ്ടി ഒരു നല്ല വിഷനും അദ്ദേഹത്തിനുണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാനൊരു ചെറിയ അഡ്വൈസ് തരികയാണ്. അഡ്വൈസായിട്ട് കാണണ്ട, ഒരു അഭ്യർത്ഥനയായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ജോലി എടുക്കുന്നുണ്ട്. നിങ്ങൾ കോമഡി ചെയ്യുമ്പോഴാണെങ്കിലും ചില വേദനകൾ അതിൽ സുന്ദരമായിട്ട് കാണിക്കുന്നുണ്ട്. ജനങ്ങളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. എൻ്റെ അഭ്യർത്ഥന എന്താണെന്നാൽ, നിങ്ങൾ പഞ്ചാബിലെ യുവാക്കൾക്ക് ഒരു നല്ല വഴി കാണിക്കണം. അവർക്കൊരു ശക്തി സ്രോതസ്സായി നിലകൊള്ളണം. അവരെ ഈ ഡ്രഗ് സിസ്റ്റത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തണം. അതായത് പഞ്ചാബിന് വേണ്ടി, പഞ്ചാബിനെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പഞ്ചാബിന്റെ മണ്ണിന്റെ മണം നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പഞ്ചാബിന്റെ കൾച്ചർ അറിയാം. അവിടുത്തെ പഴക്ക വഴക്കങ്ങൾ നന്നായി അറിയാം. പഞ്ചാബിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും അതിന് സാധിക്കും. ആ ഒരു വിശ്വാസം ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. ഇത് നിങ്ങൾക്കുമാണ് രജത് സർ. ഞാൻ ഇന്ത്യ ടിവിന് വലിയൊരു താങ്ക്സ് ആണ് പറയുന്നത്. കാരണം നിങ്ങൾ എന്നെ ഇത്രമാത്രം ബഹുമാനിച്ചു. ഞാനൊരു ചെറിയൊരു പഴഞ്ചൊല്ല് പറഞ്ഞ് ഈ കോർട്ടിന്ന് വിട പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ജനങ്ങൾ ഒരുപാട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ജീവനോടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാമെന്ന്. അതായത് ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും ജീവനോടുണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന്. പക്ഷെ ഈ പഞ്ചാബി ഹൃദയം പറയുന്നു ഇടയ്ക്കിടയ്ക്ക് കണ്ടോണ്ടിരുന്നാൽ ജീവനോടുണ്ടാവുമെന്ന്. താങ്ക് യു. രജത് സാർ പറയൂ. രജത് സാർ, ആ. ഭഗവന്ത് മാൻ അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ചെറുതായിട്ടെങ്കിലും പ്ലീസ്, കുറച്ച് കൾച്ചർ അല്ലേ അതെ. ഇവരെല്ലാരും ആഗ്രഹിക്കുന്നുണ്ട്. രജിത് സാറും ഉണ്ടല്ലോ. ആഹാ, മനോഹരം. ആപ്കി അദാലത്തിൽ ഒരു വലിയ സിംഗറായി താങ്കളുമുണ്ട്. ഒപ്പം മാൻ സാറാണ് പഞ്ചാബിന്റെ ഒരു കൾച്ചർ. അദ്ദേഹം കൃത്യമായിട്ട് താങ്കളോട് പാടാൻ പറഞ്ഞിരിക്കുകയാണ്. हीरे आँख दी जोगिया झूठ बोले ആഹാ, कौन रुठड़े यार मनाम दाई ऐसा कोई ना मिलिया वे मैं ढूंढ थकी जेड़ा गया नू मोड़ लियामदाई साडे चमदियां जुतियां करे कोई जेड़ा जीवदा रोग गवामदाई हो भला दस खाचरी विछुनिया नू അടിപൊളി. ശരിക്കും മനോഹരം. कदों रब सच्चा कर लियामदा बारी बरसी खटन गया सी खट के लियांदा गुलाब बारी बरसी खटन गया खट के लियांदा गुलाब पंजाब दी हटौर वखरी पंजाबियां दी टौर वखरी वसदा रहे पंजाब पंजाबियां दी टौर वखरी हसदा रहे पंजाब पंजाबियां दी टौर वखरी
പഞ്ചാബിന്റെ ഭാവി വളരെ നല്ലതായിരിക്കും. പഞ്ചാബിന്റെ ഭാവി പ്രകാശമയമായിരിക്കും. പഞ്ചാബിനെ നമ്മുടെ കൺമുമ്പിൽ കാണിച്ചിരിക്കുകയാണ്. പഞ്ചാബിന്റെ സംഗീതം, ചിരി, ചിരിപ്പിക്കുന്നത്. പഞ്ചാബ് എപ്പോഴും ഇതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തോടു കൂടി ഈ പ്രോഗ്രാം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നമസ്കാരം.